കോൺ ഹേ തും ഹോ വോ ജോ ആക്ടിങ് കർ രഹാ താ. ഞാൻ നോക്കി ദൈവം ഇതെന്താ സൗണ്ട്. സാഷ നസറുദ്ദീൻ ഷാ ഞാൻ ജീവനോടെ കാണുക. ആഷിഫ് വിദ്യാർത്ഥി, ഇർഫാൻ ഖാൻ. അപ്പൊ ഇവരൊക്കെ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പൊ അവിടെ വരെ പോയി പഠിച്ചു, പക്ഷെ ആക്ടർ ആയില്ല ഞാൻ. നോർത്ത് ഇന്ത്യ ആണ്. അപ്പൊ കാര്യം തൊഴുതും സാറ് ഗുരുജി പ്രണാം ആ സാധനം. അപ്പൊ നമ്മളൊരു ഗുരു സാർ ഓക്കെ ഗുഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. ആദ്യം ഇങ്ങനെ ട്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. രേഖാജി വിദ്യാബാലനോട് പറഞ്ഞു, വിദ്യ ഡു യു നോ അബൌട്ട് ഹിം? നോ. He is a wonderful actor. He is a graduate of NST. He is a graduate of FTI, HOD of NAD, blah blah blah. അയ്യോ ഇതൊന്നും എന്നോട് പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കുന്നു പാവം മിണ്ടാതിരിക്കുന്ന ഷോ പൊട്ടിയെങ്കിൽ നമ്മള് 4 മാസം ജൂനിയറായിട്ട് ചേർന്നാണ് കന്നി. അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരാണ് ക്യാമ്പസ്. അപ്പം നമ്മുടെ മൊത്തം ഇതിലുള്ള ഈ ജെൻഡർ ഇതെല്ലാം കാര്യം മൊത്തം പൊട്ടി തവിടി കൂടിയാവും. എല്ലാ പരിപാടിക്കും തല വെച്ച് മിമിക്രി, ഡാൻസ്, നാടകം, പാട്ട് എല്ലാം. ഞാൻ റിയേഴ്സ് തന്നെ ഇതാനും എടുത്തിട്ട് അപ്പൊ ഇത് കണ്ട് ഇവരെല്ലാം കിട്ടിയ ഇത് ഒരു സ്പാർക്ക് കണ്ടപ്പോ ഡയറക്ടർ പറഞ്ഞു ബസ് ഡൺ 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 മതി. വരിക 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 ദൈവമേ. ഈ പാട്ടാണ് ഞാൻ NST ഇന്റർവ്യൂവിന് പാടിയത്. ഈ മുണ്ട കൊടുത്ത് തുടി വെച്ചിട്ട് വരിക വരിക വരിക. ഞാൻ അല്ലാഹ് से दरख्वास्त करता रहता हूं या खुदा मुझे नींद ना आए दिन दो यूं दुनिया विश्वर दिल में ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അടുത്ത സെന്റൻസ് മറക്കും. അപ്പോഴത്തേനും ഒരു കൈ അടിച്ച് മതി 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 മതി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കാര്യം ഭയങ്കരമായിട്ട് അത് ഈവൻ നസീറുദ്ദീൻ ഷാ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീ ആക്ടർ ആളാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എനിക്ക് ആക്ടർ ആകാൻ പറ്റില്ല. എനിക്കൊരു ചാൻസ് എനിക്ക് എൻ്റെ പോയ ഈ ബോഡിയും എല്ലാം തിരിച്ചു തന്നാൽ ഒറ്റ പ്രാവശ്യം ഞാൻ തെളിച്ചിരിക്കും, ഞാൻ ആക്ടർ ആയിരിക്കും. നാട്ടിൽ വായിച്ച സമയത്ത് അമ്മ എന്നോട് കാര്യം പറയും, മോനെ നീ എന്തൊക്കെ പണി ചെയ്താലും അഭിനയം വിടരുന്നു പറഞ്ഞു. ഇത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടി വന്നു. ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുമാരദാസാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഞാനേ ഭയങ്കര എക്സൈറ്റഡ് ആവാനുള്ള കാരണം ഹിന്ദി സിനിമകളിൽ മുഴുനീള ക്യാരക്ടറായിട്ട് അഭിനയിക്കുക, അതും വിദ്യാബാലൻ്റെയൊക്കെ കൂടെ എന്ന് പറയുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. നസറുദ്ദീൻ ഷായെ കാണുക, അതൊക്കെ നമ്മുടെയൊക്കെ ചെറുതിലെ ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരാണ്. ഒരു അഭിനയ മോഹി എത്തിപ്പെടാൻ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചെറുതായ കുമാരദാസിനെ കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ആ ചെറുതായ അവസ്ഥയിൽ നിൽക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് കാണുന്ന ആൾക്കാരൊന്നും നമ്മൾ ഇത്ര ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അന്നും ഇപ്പോഴും ഞാൻ അതേ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കണം. മീൻസ് ഞാൻ ഡ്രീം ചെയ്യുന്ന ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. ഇപ്പോൾ എന്നെ പലർക്കും അറിയത്തില്ല. ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു കോട്ടയംകാരൻ ബോളിവുഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഓ അങ്ങനെ ആളുകളുണ്ടല്ലേ. ലൈക്ക് പാഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഏത് വിധത്തിൽ എത്തിപ്പിടിക്കാം. ഇപ്പം 41 വയസ്സല്ലേ, 34ാമത്തെ വയസ്സിലാണ് ശരിക്കും പഠിക്കാൻ പോകുന്നത് വീണ്ടും. അതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്താ പറയുക HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടിരുന്നിട്ട് വീണ്ടും റിവേഴ്സിൽ സ്റ്റുഡൻ്റ് ആയിപ്പോയി. ലൈഫ് എന്താ ഇങ്ങനെ ഒരു ഉൾട്ടാ തിരിഞ്ഞപ്പം ടെൻഷൻ ഉണ്ടായിരുന്നോ? അതിലൊരു ടെൻഷനല്ല, എനിക്ക് എപ്പോഴും പണ്ട് പോലെ സ്റ്റിൽ ഇപ്പോഴും നല്ലൊരു ആക്ടറാണെന്നൊരു ഡ്രീമുണ്ട്. ഇപ്പോൾ കുറേ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ലൈഫിലൊക്കെ. പക്ഷേ എപ്പോഴും അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അത് എങ്ങനെയെങ്കിലും ആവണം. കാരണം അത് ആകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഒരുപാട് അനുഭവിച്ച. ഓക്കെ, പിന്നെ ഒരു HOD പോസ്റ്റ് കിട്ടി. പക്ഷേ അപ്പോഴും എനിക്ക് ആഗ്രഹം പോയി പഠിക്കണം വീണ്ടും പഠിച്ചഭിനയിക്കണം. കാരണം നാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ നല്ല ഡയറക്ടറായി, നല്ല തിയേറ്റർ മേക്കറായി. അപ്പം അഭിനയം പോയി പഠിച്ചു കഴിഞ്ഞാലും അത്രയും നല്ലൊരു ആക്ടർ ആവുന്നൊരു എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. സോ ദെൻ അതിന് ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് യാതൊരു ഉറപ്പില്ല. കാരണം ആകെ 10 സീറ്റേ ഉള്ളൂ FTAയിലൊക്കെ. അപ്പോൾ 10 സീറ്റിൽ ഒരാളാവണമെങ്കിൽ വലിയ പാടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ഈ അപേക്ഷ സമയത്ത് ഒരു 7 വർഷമായിട്ട് അഭിനയിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനൊരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല, ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വിട്ട് നിൽക്കുക. കാരണം ഒരു ടീച്ചറാണല്ലോ. അപ്പം എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ കിട്ടി. ഞാൻ എൻട്രൻസ് എഴുതി. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ സ്റ്റുഡൻസും പ്രിപ്പയർ ചെയ്തു ഒരുമിച്ച്. എന്നിട്ട് ഞങ്ങൾ 3 പേരും ഞങ്ങൾ എൻട്രൻസ് ക്ലിയർ ചെയ്തു, ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു, ഞങ്ങൾ ഫൈനൽ റൗണ്ട് ചെയ്യുന്നു, ഞങ്ങൾ 3 പേരും. എന്നിട്ട് അവിടെയും ഇവരാണ് എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് രണ്ടുപേരും കിട്ടിയില്ല, എൻ്റെ സ്റ്റുഡൻസ് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ബട്ട് ഇപ്പോൾ എൻ്റെ ഈ 2 സ്റ്റുഡൻസ് പീയൂഷ് ആൻഡ് മാനുവൽ ഇപ്പോൾ SRFT പഠിക്കുന്നു ഡയറക്ഷൻ, പീയൂഷ് ഇപ്പോൾ NST പഠിക്കുന്നു. ഓക്കെ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ശരിക്കും ലൈഫിലെ നമ്മൾ പറയുന്ന പോലെ തലവര മാറ്റിയതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ അല്ല. മീൻസ് ഞാൻ പണ്ട് മുതലേ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് അഭിനയിക്കണം.
അതിനെന്താണ് വഴി എന്നറിയത്തില്ല. പിന്നെ ഒരു വഴി എന്നുള്ളത് മിമിക്രി ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ആരെങ്കിലും പോയി കാണുന്നു, അങ്ങനെയൊക്കെയാണ്. എറണാകുളത്ത് വരും, കോട്ടയത്ത് നിന്ന് എറണാകുളം വന്ന് കാണുന്നു, അങ്ങനെ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. സിനിമ ഇൻഡസ്ട്രിയോട് യാതൊരു ബന്ധമുള്ള ആരും തന്നെ ഇല്ല ഗ്രൂപ്പിൽ. വളരെ ആകസ്മികമായിട്ട് തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ ചേരേണ്ടി വരുന്നു. അതിൻ്റെ കഥ വേറെയാണ്. അത് ഞാൻ ചോദിക്കാം, അതൊക്കെ ഞാൻ ചോദിക്കാം. അപ്പോൾ തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ വന്നാണ് ഏറ്റവും വലിയ ലൈഫിൽ മൊത്തം ലൈഫ് ചേഞ്ച് ആയത്. ഡ്രാമ സ്കൂൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര, ഞാൻ 1.5 വർഷം പഠിച്ചിട്ടുള്ളൂ അവിടെ. പക്ഷേ ഡ്രാമ സ്കൂളാണ് എൻ്റെ ബേസ്. തൃശ്ശൂർ ഡ്രാമ സ്കൂൾ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ എൻവയറമെൻറ്റ്, എൻ്റെ ബാച്ച്മേറ്റ്സ്, ആ ഒരു സമയം, അവിടുത്തെ അനുഭവങ്ങൾ, അതാണ് എന്നെ മൊത്തം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയത്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ലൈഫിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമ നടനാവണം എന്നായിരുന്നോ ഡയറക്ടർ ആവണം എന്നായിരുന്നോ, അതോ എന്തായിരുന്നു ശരിക്കും? അന്ന് നമ്മൾ ചെറുതിലെ ആൾക്കാരോട് ചോദിക്കും നീ എന്താവണം, ഡോക്ടർ, എഞ്ചിനീയർ, ലൈക്ക് ജോലിക്കാരൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു സിനിമാക്കാരൻ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിലേക്ക് എങ്ങനെയാണ്? എൻ്റെ ഫസ്റ്റ് പ്രൈം ഡ്രീം ആക്ടർ തന്നെയാണ്. കാരണം അത് എനിക്കിപ്പോഴും ആ വിഷ്വൽ ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ കവലയിൽ ഈ പോസ്റ്റർ ഒട്ടിക്കും ഈ സിനിമയുടെ ഒക്കെ. അപ്പം പാമ്പാടി എന്നാണ് ഞങ്ങളുടെ അവിടെ ടൗൺ. അപ്പോൾ അവിടെ തിയേറ്റർ ഉണ്ട്, മാത. അപ്പോൾ അവിടെ പലപ്പോഴും വരുന്ന തമിഴ് പടങ്ങൾ, പഴയ പടങ്ങളാണ് വരുന്നത്, കുറേ വർഷം കഴിഞ്ഞ പടങ്ങൾ. അപ്പം അന്ന് ഞാൻ 4-5 വയസ്സുള്ള സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അപ്പം പോസ്റ്റർ ഉണ്ട്. അപ്പോൾ ഉഴൈപ്പാളി സിനിമയുടെ പോസ്റ്ററാണ്. അപ്പം അന്ന് ഉഴൈപ്പാളി എന്ന് വായിക്കാൻ പോലും ആയിട്ടില്ല, ഉഴൈപ്പാളി ഒക്കെ. അപ്പോൾ രജനീകാന്തിൻ്റെ പടമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ഒറ്റ സിംഗിൾ ഫോട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി, ഇത് ഇയാളാരാ, ഞാൻ കണ്ടിട്ടില്ല, മീൻസ് ഇങ്ങനത്തെ ഒരു ആക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് ആരും നടത്തുന്നില്ല. പിന്നെയാണ് ഇത് രജനീകാന്താണ്, ചിരഞ്ജീവി. അപ്പോൾ ചിരഞ്ജീവി നിൽക്കുമ്പോൾ ഞാൻ ചിരഞ്ജീവിയാന്ന് ഓർത്തത്, ചിരഞ്ജീവി അങ്ങനെ പേരും കേട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ചിരഞ്ജീവിയുടെ ഏയ് ഓട്ടോ, ഏയ് മാഡം, ആ ഒരു സമയത്താണ് ഒരു തമിഴ്, കൂടുതൽ മലയാള തമിഴ് പടങ്ങളൊക്കെ വരുന്ന ഒരു നോൺ മലയാളി ആക്ടേഴ്സൊക്കെ വന്ന് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ രജനീകാന്തിൻ്റെ പോസ്റ്റർ ഭയങ്കരമായിട്ടും ഇതാക്കി, ഫാസിനേറ്റ് ചെയ്യിച്ച്. പിന്നെ അദ്ദേഹത്തെ കുറച്ച് കേട്ട് എൻ്റെ ആ സമയത്ത് ഞാൻ ടി വിയൊന്നും കാണുന്നൊന്നുമില്ല. അതായത് പടം കണ്ട പലരും എൻ്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരിക്കും, സീനിയേഴ്സൊക്കെ അല്ലെങ്കിൽ മറ്റു ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമ തിരേമലറുണ്ട് ടി വിയിൽ ബുധനാഴ്ച ദിവസം. അപ്പം അന്ന് അതിൽ വന്ന് എന്ത് പാട്ട് സീന കാണുന്നത്. പിന്നെ കാണുന്നത് ഹം എന്ന് പറഞ്ഞൊരു മറ്റേ ഹിന്ദി സിനിമയാണ്, അമിതാഭ് ബച്ചൻ, ഗോവിന്ദ്, രജനീകാന്തിൻ്റെ. അതൊരു നല്ല മഴയത്ത് സെക്കൻഡ് സാറ്റർഡേ എന്തോ ടി വി വന്ന സമയത്ത് ദൂരദർശനിൽ. അപ്പോൾ ക്ലബ്ബുണ്ട്, അപ്പോൾ നല്ല മഴയത്ത് ആന്റണിയെ കൂടെ കാണുന്നത്. അപ്പോൾ ആന്റണിയുടെ ഗ്രേഡ്സിൻ്റെ ഇടവഴിയൊക്കെയാണ് ഇടിമിന്നലും മഴയും. അപ്പോൾ ക്ലബ്ബിൽ കുറച്ച് ചെറിയ സ്പേസ്, ആ ചെറിയ സ്പേസിൽ എല്ലാവരും ഇങ്ങനെ ഞെങ്ങിയിരുന്ന കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടവഴിയാണ് ഇരുന്നത് കാണുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അനുഭവം, ഫസ്റ്റ് ഒരു ഇത്. അപ്പം അങ്ങനെ ആവണം, അങ്ങനെ ഒരു ഇതാവണം എന്നാണ് എൻ്റെ ആഗ്രഹം, ആക്ടർ. അവിടെ നിന്നാണ് പിന്നീട് നമുക്കിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാ സ്ഥലത്ത്, അതായത് എനിക്കറിയാം കോട്ടയം, പാമ്പാടി, കോത്തല എന്നൊക്കെ പറഞ്ഞ സ്ഥലം എനിക്കറിയാം, ഒരു റിമോട്ട് ഏരിയ ആണ്. ഇപ്പോഴും വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ വഴിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സൈഡിൽ കൂടെ ഹൈവേ പോകുന്നതാണല്ലോ, മറ്റേ നമ്മുടെ KK റോഡ് പോകുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പോയ സാധാ ആളുകളാണ്. ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തേടി പിടിച്ചു പോയത്? കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നോ? അതെ, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഉള്ള എൻ്റെ തന്നെ സ്വയം ഒരു പ്രയത്നമായിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ വല്യച്ഛൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ അപ്പച്ചൻ്റെ കാലത്ത്. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു പെർഫോമറാണ്, ഫോക്ക് തിയേറ്റർ പെർഫോമറാണ്, വില്ലടിച്ചാൻ പാട്ട്. അപ്പോൾ ഈ രണ്ടുപേർക്ക് പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, DNA ഉണ്ട്. പിന്നെ ഞാൻ ജനിക്കുന്ന സമയത്താണ് TV വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ TV കണ്ട്, അപ്പൊ എന്നെ എന്നും വൈകുന്നേരം അപ്പച്ചൻ TV ആണെങ്കിൽ കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ എന്നെ എന്നും കൊണ്ടുപോകും വൈകുന്നേരം TV കാണിക്കാൻ. ആ സമയത്ത് TV കണ്ടാൽ ഞാൻ വളരുന്നത്. അപ്പോൾ ആ സമയത്ത് സീരിയൽസ് മണ്ടൻ കുഞ്ചു, സാമഗാനം, ഒരു കുടയും കുഞ്ഞും പെങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സമയത്ത് കണ്ടൊരു നടിയുണ്ട്, ശ്രീലത, ഡ്രാമ സ്കൂളിൻ്റെ സീനിയറാണ്, തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ. പ്രേംകുമാർ, അപ്പോൾ പ്രേംകുമാർ, ശ്രീലതയുടെ സീരിയലുണ്ട്. പിന്നീട് ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പം അവർ വീണ്ടും, മീൻസ് ശ്രീലത ചേച്ചി BTA കഴിഞ്ഞിട്ട് വീണ്ടും അമേരിക്കയിൽ പോയി. പിന്നീട് വർഷം ശേഷം വീണ്ടും അവിടെ വന്നു ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പത്തിൽ മീൻസ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ കണ്ടവരാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അങ്ങനെ കുറേ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫ് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു എന്തോ വിളയാട്ടമാണ് ലൈഫ് മുഴുവൻ. പിന്നെ അപ്പച്ച അതുകൊണ്ട് പണ്ട് മുതൽ ഈ TV-യിലുള്ള സീരിയൽസും സിനിമ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. പിന്നെ അപ്പച്ചൻ എനിക്ക് 10 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചു പോകുന്നു. അപ്പം പിന്നെ അവിടെ അച്ഛനും അമ്മയും ഉണ്ട്, ഇതിന് എന്നെ കൂടെ നോക്കുന്ന എൻ്റെ വല്യപ്പനും വല്യമ്മയാണ്, എൻ്റെ ഒരു ഫ്രണ്ട്, എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നീട് ഇവർ പോയതിനു ശേഷം പിന്നെ UP സ്കൂളിലോട്ട് എത്തിയാൻ 5ാം ക്ലാസ്. അപ്പം എന്ത് ചെയ്യും, അപ്പം ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ, അപ്പം എൻ്റെ റൂം ഇതാണെങ്കിൽ തൊട്ടപ്പുറം സ്കൂളാണ്.
സ്കൂളിൽ സ്റ്റേജാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ പരിപാടിയും കാണാം യൂത്ത് ഫെസ്റ്റിവലിൽ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ അവിടുത്തെ വലിയൊരു കാര്യം, കാരണം അവിടെ നാട്ടുകാർ മുഴുവൻ വന്ന് കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് പെർഫോം ചെയ്യുന്ന വലിയ സംഭവമാണ്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ആരും അറിയാതെ പേര് കൊടുത്തു ഫാൻസി ഡ്രസ്സിന്. അതിന് അപ്പോൾ ഈ നമ്മൾ കണ്ട് അറിയാമല്ലോ എങ്ങനെ ഫാൻസി ഡ്രസ് ചെയ്യേണ്ടത്. അപ്പം കള്ളുകൂടിനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ ലുങ്കി അടിച്ച് മാറ്റി ഒരു ബെന്നിനൊക്കെ എടുത്ത് പിന്നെ കുപ്പി തന്നെ ഞാൻ തന്നെ കഴുകി. കാരണം പണ്ട് നമ്മൾ ആശുപത്രി പോകുമ്പോൾ കുപ്പി കഴുകണം, മരുന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ഈ പറമ്പിൽ നിന്നൊക്കെ പോയി കുപ്പി കഴുകിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതേ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറമ്പിൽ കിടന്നിട്ട് ഫുള്ളിൻ്റെ കുപ്പി കഴുകിയിട്ട് അതിന് കഞ്ഞോളം നിറച്ച് അതുമായിട്ട് കയറുക. അത് പലരും കണ്ട് പഠിച്ചിട്ട് കയറുന്നത്, നമ്മളാരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ആദ്യം സ്റ്റേജിൽ കയറുന്നത്. ഫസ്റ്റ് ഒരു പെർഫോമൻസ് കള്ളുകുടിയൻ ഫാൻസി ഡ്രസ്സ് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അത് കണ്ടിട്ട് അപ്പം എനിക്ക് അങ്ങനെ ഇത് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാം. പിന്നെ എൻ്റെ തൊട്ടയലൊക്കെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ എ ബി ചാക്കോ, അദ്ദേഹം ഒരു നാടകൃത്താണ്. അപ്പോൾ സ്കൂളിൽ നാടക പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ നാടകങ്ങൾ കാണുന്നു, അപ്പോൾ അങ്ങനെ റിഹേഴ്സലിൽ പോകുന്നു. പിന്നെ സ്കൂളിൽ നാടകം അഭിനയിക്കാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാരും കൂടി. അങ്ങനെ കുറച്ച് കോമ്പറ്റീഷനിൽ പോയി, ടാബ്ലോ, സംഘഗാനം, എല്ലാ പരിപാടിക്കും നമ്മൾ ചേരാൻ തുടങ്ങി. പിന്നെ ഡ്രോയിങ് ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോകാം ചെയ്യാം. പിന്നെ മിമിക്രി തുടങ്ങി. അങ്ങനെ സ്കൂളിലെല്ലാം മിമിക്രി, പിന്നെ ആ സമയത്ത് സിനിമാറ്റിക് ഡാൻസ് വരുന്നത്. ആ സമയത്ത് വലിയൊരു സിനിമാറ്റിക് ഡാൻസ് അത് ഞങ്ങൾ തുടങ്ങി. അപ്പം അന്ന് അതുവരെ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. ബ്രേക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് സിനിമാറ്റിക് ഡാൻസ് ആണ്. അപ്പോൾ അത് കണ്ട് പിന്നെ അതിൽ എല്ലാത്തിനും നമ്മൾ മീൻസ് എല്ലാ പരിപാടിക്കും തല വെച്ച് മിമിക്രി, ഡാൻസ്, നാടകം, പാട്ട് എല്ലാം. അപ്പം അങ്ങനെ 10th വരെ കഴിഞ്ഞു. 10th കഴിഞ്ഞ് ബസ്സിൽ KG കോളേജിലാണ് പ്രീ ഡിഗ്രി ചെയ്തത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കോളേജ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ അപ്രിസിയേഷൻ കിട്ടി. എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ബാച്ച്മേറ്റ്സ്, എൻ്റെ സീനിയേഴ്സ്, ഈവൻ എൻ്റെ സീനിയേഴ്സ് ഞാൻ പഠിപ്പിച്ചു ഡാൻസ്. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസാണ്, ഞാൻ പ്രീ ഡിഗ്രിക്കാരനാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കാം. അവരൊക്കെ സ്റ്റേജിൽ കയറുന്ന മുമ്പ് ഗുരു നമ്മളെ വിളിച്ചിട്ട് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. അപ്പൊ കോളേജിൽ പോകുന്ന നടന്നാ പോകുന്നത്, വീട്ടിൽ നടക്കാൻ ദൂരമുള്ളൂ, ഒരു 1.5-3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഒരു ഞങ്ങളുടെ കുന്നിറങ്ങി അടുത്ത കുന്ന് കയറുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടം വരെ പാമ്പാടി തന്നെയാണ്, കോത്തലിൽ തന്നെയാണ്. പിന്നെയാണ് ബെസ്റ്റ് കോളേജിൽ പോകുന്നത് ഡിഗ്രിക്ക്. അപ്പോൾ ഒരു വർഷം പൊട്ടിയായിരുന്നു ഇടയ്ക്ക് ഈ പരിപാടി കാരണം. പിന്നെ ബെസ്റ്റ് കോളേജിൽ പോയിട്ട് ശേഷം അവിടെ പിന്നെ ആർട്സ് സെക്രട്ടറി ആയി കോളേജിൽ 2nd ഇയർ. അപ്പോൾ അവിടെ മിമിക്രി, ഡാൻസ്, കുമാരദാസ് ടീം എന്ന് പറഞ്ഞാൽ അവിടെ അന്തരിച്ച് പരിപാടി ഒപ്പിക്കുന്നറിയാം. അപ്പോൾ ഇലക്ഷന് പോകുമ്പോൾ എല്ലാ ക്ലാസ്സും മിമിക്രി കാണിക്കും, പാട്ട് പാടണം. അപ്പോൾ ഞാനാണ് ഒരു മെയിൻ ഒരു ഐറ്റം ഇലക്ഷന് പോയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ കുറേ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, ബാച്ച്മേറ്റ്സ് അവരുടെ എല്ലാം ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഇപ്പം ഷാഹി കബീർ, നമ്മുടെ നായാട്ടിൻ്റെ സെപ്പറേറ്ററും ജോസഫിൻ്റെ സെപ്പറേറ്റർ, ഇലവിടെ പുഞ്ചയുടെ ഡയറക്ടർ. ഷാഹി എൻ്റെ 1 ഇയർ സീനിയറാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ബെസലിസിൽ ആ സമയത്ത് ഒരു കൾച്ചറൽ ഗ്രൂപ്പുണ്ട്, സ്റ്റുഡൻസ് തന്നെ. ഷാഹി, മധു, രമേശ്, അങ്ങനെ കുറേ പേരുള്ള മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവർ മ്യൂസിക് ആൽബം പ്രൊഡ്യൂസ് ചെയ്തു ആ സമയത്ത് ഈ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ പാട്ട് വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഷാഹിയാണ് കഥ എഴുതുന്നത്, ഡയറക്റ്റ് ചെയ്ത് വേറൊരാളാണ്. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഞാൻ അഭിനയിക്കുക ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നേ വരുന്നത്. അപ്പോൾ ഞാനിത് 2nd ഇയർ BA ആണ്, പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് എൻ്റെ ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വിത്ത് ബൈ വെൽ നോൺ ഡയറക്ടർ ഷാഹി കബീർ. ഇപ്പൊ അതൊക്കെ ഒരു നിമിത്തമാണ്. അദ്ദേഹം അത് എഴുതാനും അന്ന് ആക്ട് ചെയ്യാനും. അന്ന് ഫസ്റ്റ് ക്യാമറ വെച്ചു. അന്ന് നമ്മൾ ക്യാമറ വെക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം മേക്കപ്പ് ഇല്ല, നമ്മൾ വെറുതെ ഭക്ഷണം പോലും ഇല്ല. ഞാൻ ആലങ്കാരികമായി മേക്കപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം വരെ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ക്യാമ്പസ് അല്ലേ, സ്റ്റുഡൻസ് അല്ല, അപ്പോൾ ഫണ്ടൊന്നും ഇല്ല. എവിടുന്ന് കൂടെ സെറ്റപ്പ് ചെയ്ത് ക്യാമറമാൻ വരും, അല്ലെങ്കിൽ ക്യാമറ വരുമായിരിക്കും. നമ്മൾ തന്നെ ഷെയർ ഇട്ട് 10 രൂപ നിന്ന് കടം വാങ്ങിച്ചൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും, മുട്ടയോ ബോണ്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ആ സമയത്ത് പരിപാടികളൊക്കെ. ഫസ്റ്റ് ഷോർട്ട് ഫിലിം അല്ല, വെബ് സീരീസിലേക്ക് വന്നപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നോ, മേക്കപ്പ് ഉണ്ടായിരുന്നോ? അതാണ് ഫസ്റ്റ് വെബ് സീരീസ് എനിക്ക് കിട്ടിയത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് FTAയിൽ. അപ്പം എന്നെ 2nd ഇയർ ആണ്. അപ്പം സിറ്റി ഓഫ് ഡ്രീംസ് നാഗേഷ് കുന്നൂർ എന്ന് വലിയ ഡയറക്ടറാണ്, ബോളിവുഡിൽ പാൻ ഇന്ത്യൻ ഡയറക്ടറാണ്, നോട്ടബിൾ ഡയറക്ടറാണ്. അപ്പം എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ശ്രുതി മഹാജൻ കാസ്റ്റിംഗ് കമ്പനി. ശ്രുതി മഹാജൻ വൺ ഓഫ് ദ വെൽ നോൺ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഞാൻ ബോംബെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് അവർ എഗ്രിമെൻ്റ് തരും. അപ്പോൾ എഗ്രിമെൻ്റ് തരുന്നു, ഒപ്പിടുന്നു. നമ്മൾ ഇത് നമ്മുടെ ഇത്ര പെർ ഡേ, നല്ല അന്ന് തന്നെ പെർ ഡേ, അന്ന് 10,000 പെർ ഡേ. എന്നായിരുന്നു 2018 പെർ ഡേ 10,000 ആണ്. അപ്പോൾ 10,000 പെർ ഡേ. ഓക്കെ, അപ്പോൾ അത് അതുകൊണ്ട് എനിക്കുള്ള വണ്ടി മീൻസ് എനിക്ക് ഞാൻ കണ്ടു നിങ്ങൾ ബോംബെക്ക് വരൂ. ഓക്കെ, അപ്പോൾ ഞാൻ സമയം ലൊക്കേഷൻ ചെന്നു. ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കിന് തന്നെ ചെല്ലുമ്പോൾ തന്നെ വാനിറ്റി വാനായിട്ട് ചെല്ലുന്നത്.
എനിക്കൊന്ന് നമ്മൾ ഇങ്ങനെ കേട്ടുള്ളൂ. ചെല്ലുന്നു, എന്നെ കൊണ്ടുപോകുന്നു, പ്രൊഡക്ഷൻ ആൾ വരുന്നു, എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു, എന്നെ കൊണ്ടുപോകുന്നു, മാറ്റി കൊണ്ടുവരുന്നു, വെള്ളം സാധനം എല്ലാം കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മളൊരു ആക്ടറാണ്, ഇതാണ് പ്രൊഫഷണൽ പരിപാടി. ഓക്കെ. പിന്നെ എല്ലാ അസിസ്റ്റൻസ് വരുന്നു, മേക്കപ്പിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ എല്ലാം നോക്കുന്നു, മെഷർ ചെയ്യുന്നു, സംസാരിക്കുന്നു, ഡയറക്ടർ വന്ന് മീറ്റ് ചെയ്യുന്നു. ദെൻ ഡയറക്ടർ വന്ന് നമ്മളെ മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെ കോ ആക്ടറിനെ പരിചയപ്പെടുത്തുന്നു. പിന്നെ ഒരു റിഹേഴ്സൽസ് ആണ്. അപ്പോൾ റിഹേഴ്സൽ പോകുമ്പോൾ ഞാൻ വലിയ എന്തോ നോട്ടബിൾ ആക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് അപ്പോൾ നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ജാടയല്ല, നമ്മളിങ്ങനെ ഓക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോകാതിരിക്കുന്നത് നമ്മൾ മസിൽ പിടിച്ച് നിൽക്കും. പിന്നെ റിഹേഴ്സൽ നടത്തി. അപ്പോൾ റിഹേഴ്സൽ നടത്തിയപ്പോൾ അജാസ് ഖാനാണ് മെയിൻ ആക്ടർ. അപ്പോൾ എനിക്ക് അജാസ് ഖാൻ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി ആ സമയത്ത് ഭയങ്കര വെൽ നോൺ ആക്ടറാണ് ഇപ്പോഴും. ഓക്കെ. ഒരു കോമ്പറ്റീഷൻ, ഒരു അത് എൻകൗണ്ടർ സീനാണ്. അപ്പോൾ എന്നെ മുട്ടിൽ വെടിവെച്ചിട്ട് ആ വെടി ഏറ്റിട്ട് സംസാരിക്കണം. അതാണ് സീൻ. അപ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് പെർഫോമൻസ് വേണ്ടത്. ഭയങ്കര കണ്ണൊക്കെ മേടിച്ച് കരഞ്ഞ് പിടിച്ച് അഭിനയിക്കണം. പക്ഷേ റിഹേഴ്സൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യൂസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ റിഹേഴ്സൽ തന്നെ സാധനം എടുത്തിട്ട് എനിക്ക് വയ്യ. അപ്പോൾ ഇത് കണ്ട് ഇവരെല്ലാം കിട്ടിയ അപ്പോൾ ഇത് ഒരു സ്പാർക്ക് കണ്ടപ്പോൾ ഡയറക്ടർ പറഞ്ഞു ബസ് ഡൺ 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 ഇത് സെറ്റ് ഓട്ടെ. എന്നിട്ട് ടേക്ക് പോയ സമയത്തും അപ്പോൾ പുള്ളി എൻ്റെ ഈ പെർഫോമൻസ് പുള്ളിയോട് ചോദിച്ചു എന്താ എവിടുന്ന ഇതിനു വേണ്ടി തന്നെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുമാരദാസ് ആണ്, എൻ്റെ NST ഗ്രാജുവേറ്റ് ആണ്, FT ഗ്രാജുവേറ്റ് ആണ്, മൊത്തം തള്ളി. പുള്ളി അവിടെ കൂടി. പിന്നെ അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുള്ളി തന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ പുള്ളി ഹെൽപ്പ് ചെയ്യും, മീൻസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്ത്. ഓക്കെ. ആ വൈൽ ഷൂട്ടിങ് ഓൾസോ മൊത്തം ക്രൂ തന്നെ ഭയങ്കരമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് ഈ ഒരു പെർഫോമൻസിൽ. കാരണം കുറച്ച് ഡ്രാമ വേണം അതിനകത്ത്. അപ്പോൾ സോ ഭയങ്കര രസമായിരുന്നു അത് എക്സ്പീരിയൻസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രിക്ക് തോറ്റു അല്ലേ? ഏത് സബ്ജക്റ്റിനാണ് പോയത്? ഒബ്വിയസ്ലി ഇംഗ്ലീഷ്. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള നമ്മൾക്ക് ഹിന്ദി നമുക്ക് കേട്ടാൽ മനസ്സിലാവും അന്ന്. കാരണം ദൂരദർശന്റെ പക്ഷേ ഡിഗ്രിക്ക് ഹിന്ദി ഇംഗ്ലീഷൊക്കെ മാർക്ക് ഹിന്ദിക്കാണ്, അല്ല ഇംഗ്ലീഷ് മലയാളത്തെക്കാളും മാർക്ക് ഹിന്ദിക്കാണല്ലേ. അതിനുശേഷം ഹിന്ദി ഇപ്പം എന്നോട് പറഞ്ഞല്ലോ കോ ആക്ടേഴ്സായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നത്. ഈ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? കാരണം ഹിന്ദി ഇപ്പോൾ പൂനെയിൽ പോയി പഠിച്ചത് കൊണ്ട് ഓക്കെ, പഠിക്കുന്നതിന് മുമ്പുള്ളൊരു കുമാരദാസ് ഉണ്ട്, ഇംഗ്ലീഷിൽ മുറി ഇംഗ്ലീഷ് പറയുന്ന, ഹിന്ദി കേട്ടാൽ മനസ്സിലാവുന്ന, എന്നാൽ തിരിച്ചു പറയാൻ പറ്റാത്തൊരു കുമാരദാസ്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അത് ഞാൻ NST പഠിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഇംഗ്ലീഷോ ഹിന്ദിയോ, മീൻസ് ഇംഗ്ലീഷ് കുറച്ചൊന്ന് കേട്ടാൽ മനസ്സിലാവും, ഹിന്ദി ഒട്ടും അറിയത്തില്ല. പക്ഷെ അത് 3 മാസം കൊണ്ട് ഞാൻ പിക്കപ്പ് ചെയ്ത്. കാരണം അവിടെ ഇത്രയും ഹിന്ദി അറിയുന്ന ആൾക്കാരുടെ ഞാൻ ഒറ്റ മലയാളിയാണ്, എനിക്ക് ഒരു വാക്കുപോലും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പഠിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ തെറ്റി പറഞ്ഞ് പഠിക്കുന്നത്. പിന്നെ പഠിക്കുന്ന ആദ്യം തന്നെ തെറികൾ അനാവശ്യമായ കാര്യങ്ങളാണ് മൊത്തം പഠിക്കുന്നത്. പിന്നെ ഇത് പ്രയോഗിച്ച് നമ്മൾ തെറ്റ് തന്നെ. ഞാൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിനും ആണി കയ്യിലുണ്ട്, ചുറ്റിക താഴെ കിടക്കുകയാണ്. ഇപ്പോൾ ഏണിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കിനും തുഷാർ പാണ്ഡെ അവൻ്റെ ആക്ടറാണ് ബോളിവുഡ്. അപ്പോൾ അവൻ താഴെ നിൽക്കുക. അപ്പോൾ എനിക്ക് അവനോട് പറഞ്ഞു, തുഷാറെ ആ ആണിയുടെ ആ ചുറ്റിക എടുത്ത് താ എന്നാ പറയേണ്ടത്. അപ്പോൾ ഞാനോട് ഹിന്ദി പറഞ്ഞു, തുഷാറെ ആ ചുറ്റി എടുത്തോണ്ട് പോ. അപ്പോൾ നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ ചുറ്റി എടുത്തോണ്ട് പോ, എനിക്ക് വേണ്ടത് ചുറ്റി തരാമെന്ന് ഞാൻ പറയേണ്ടത്. അപ്പോൾ അവന് കറക്റ്റ് ചെയ്യിച്ചു. അങ്ങനെ എൻ്റെ ബാറ്റ്സ്മാനെ കറക്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ മനഃപൂർവ്വം തെറ്റ് പറയാൻ തുടങ്ങി. കാരണം എനിക്ക് കോമഡി ഉണ്ട്, തെറ്റ് പറയുമ്പോൾ ചില പാട്ടൊക്കെ തെറ്റിച്ച് പാടും. അപ്പോൾ അതിനകത്ത് പല മീനിങ് മാറിപ്പോകും മൊത്തം. അങ്ങനെ അതൊരു ഗെയിമാണ്, ഒരു ഇതായിട്ട് എടുത്തു, ഫണ്ണായിട്ട് എടുത്തു. പിന്നെ അപ്പം കുറച്ച് ഹിന്ദി കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റി. പിന്നീട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി ട്രെയിനിങ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ എന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാനോട് പറയും, മക്കളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട് പറയും, ഞാൻ നിങ്ങൾ പഠിപ്പിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹിന്ദി നിങ്ങൾ ശരിയാക്കുക. അപ്പോൾ എന്തിനും ഗ്രാമാറ്റിക് എറർ, പുല്ലിംഗം, സ്ത്രീലിംഗം, ബഹുവചനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കുറേ വഴക്കങ്ങളുണ്ട് ഹിന്ദി, പല ഡയലക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരും പറഞ്ഞു തരും. ഓക്കെ. ഇപ്പോഴും സംഭവം ഇപ്പോഴും പിടിച്ചേക്കും. ബെസലേഴ്സ് കോളേജിൽ നിന്ന് അഭിനയം കഴിഞ്ഞ ലൈക്ക് അന്നത്തെ ആ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ് പിന്നീട് ഡിഗ്രിക്ക് പൊട്ടിയല്ലേ? പൊട്ടി അല്ല, ഡിഗ്രിക്ക് പൊട്ടിയതിന് ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ തൃശ്ശൂർക്ക് പോകുന്നത് അല്ലേ? പക്ഷേ ആ സമയത്ത് ഞാൻ അന്ന് പോലെ നാടകം ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ നാടകം ഞാൻ ബെസേൽ സ്കൂളിൽ പഠിക്കും തന്നെ കോളേജിന് വെളിയിൽ നാടകം ചെയ്യാറുണ്ട്, അമേച്ചൂറായിട്ടൊക്കെ. അപ്പോൾ ആ നാടകങ്ങൾ എൻ്റെ അമ്മാവൻ അദ്ദേഹം അന്ന് സെയിൽ ടാക്സ് കമ്മീഷണറായിരുന്നു, പിന്നീട് ജഡ്ജായി, PV സുരേന്ദ്രൻ എന്ന് പറയും. അപ്പം അദ്ദേഹം കാണാറുണ്ട്. അപ്പം അമ്മ എന്നെ വലിയ കാര്യമാണ്. അപ്പം പിന്നീട് ഒരു സമയത്താണ് അമ്മാവനാണ് നിർദ്ദേശിക്കുന്നത് തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്.
നിർദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ എനിക്ക് എപ്പോഴും അത് എൻ്റെ മൊത്തം ഒരു അതിലേക്കാണ് അഭിനയം അല്ലെങ്കിൽ സിനിമ, ഈ ആക്ടിങ്, ഇതൊക്കെയാണ്. അപ്പം അമ്മാവൻ മനസ്സിലായി ഇപ്പം എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അമ്മാവൻ റെക്കമെൻഡ് ചെയ്ത് എന്നോട് പറഞ്ഞ് റിക്വസ്റ്റ് ഇല്ല, എന്നോട് പറഞ്ഞ് പോയി പഠിക്കാം. ഡിഗ്രിക്ക് തോറ്റു, പിന്നീട് അമ്മാവൻ കൊണ്ടുപോയി സ്കൂൾ ഓഫ് ഡ്രാമയെ ചേർത്തു. അവിടെ തൊട്ട് ഇപ്പം ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ളതെന്ന് പറയാമോ? ഡ്രാമ സ്കൂളിൽ, അതായത് 2004 അഡ്മിഷൻ അവിടെ വിളിച്ചില്ല, 0 ഇയർ ആയിരുന്നു ഡ്രാമ സ്കൂളിൽ. അതേ അഡ്മിഷൻ 2005 വിളിച്ചു, 5 മാർച്ച് വിളിച്ചു. അപ്പം 5 ബാച്ച് ഓൾറെഡി വരുന്നുണ്ട് ജൂണിൽ. അപ്പം 5 മാർച്ചിലെ സമയത്ത് ഞങ്ങൾ 10ഓളം സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ ഡ്രാമ സ്കൂൾ നമുക്ക് അതുവരെ നമ്മൾ കോളേജിൽ പഠിച്ച ഇതാണല്ലോ. ഡ്രാമ സ്കൂൾ വേറെ ലോകമാണ്, വേറെ ക്യാമ്പസ്, നല്ല ഭയങ്കര ഗ്രീനറി ആയ ക്യാമ്പസ് തൃശ്ശൂർ ഡ്രാമ സ്കൂൾ. ഞാൻ പോയിട്ടുണ്ട് അകത്ത്. അപ്പോൾ പിന്നെ ആ സമയത്ത് അന്ന് സീനിയേഴ്സ്, ഇപ്പം അനൂപ് ചന്ദ്രൻ ആക്ടർ സീനിയർ ആയിരുന്നു, കുറേ ആൾക്കാർ സീനിയേഴ്സാണ്. അപ്പോൾ ആ സമയത്ത് ഈ ബ്ലാക്ക് സിനിമയ്ക്ക് ഇറങ്ങിയിട്ട് ഈ ഡ്രാമ സ്കൂളിലൊക്കെ രഞ്ജിത്ത് തുള ഡ്രാമക്കാരാണ്, അങ്ങനെ കുറേ ഡ്രാമ സ്കൂളിൽ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ലാലൂർ ഡ്രാമ സ്കൂളിൽ ചേർന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ MTA, ഞങ്ങളുടെ സീനിയേഴ്സ് MDA മാസ്റ്റർ, അപ്പോൾ അവരൊക്കെ കുറേ പ്രായമുള്ള ആൾക്കാരാണ്. മീൻസ് ആ സമയത്തൊക്കെ എനിക്കറിയാം അജിത്തേട്ടൻ, പ്രബലേട്ടൻ, അവർ ഒരു സീനിയർ ആൾക്കാരാണ്, അവർ 30-35 എബോ ആ ഏജുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ഇവരൊക്കെയാണ് സീനിയേഴ്സ്, ഇത്രയും പ്രായമുള്ള ആൾക്കാർ പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിക്കുക, അതൊക്കെ അവിടെ നിന്നാണ് പൊട്ടിപ്പോയത് ഇതൊക്കെ, ഈ ഏജിന്റെ സാധനങ്ങളൊക്കെ. കാരണം ഇവര് ഫാമിലി ആൾക്കാരാണ്, അവർ ഇത്രയും ഏജ് പഠിക്കുന്നു. ഓക്കെ, കുറെ കാര്യങ്ങൾ പൊട്ടിച്ചു. ഈവൻ ഒരുപാട് ജെൻഡർ ഇതൊക്കെ പൊട്ടിച്ച്. ഇപ്പം എൻ്റെ ബാച്ച്മേറ്റ് യമ റൈറ്ററാണ്. യമ എൻ്റെ ഒരു 4 മാസം ജൂനിയറായിട്ട് ചേർന്നാണ് കന്നി. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരാണ് ക്യാമ്പസിൽ. അപ്പം നമ്മുടെ മൊത്തം ഇതിലുള്ള ഈ ജെൻഡർ ഇതെല്ലാം കാര്യം മൊത്തം പൊട്ടി തവിടി കൂടിയാവും. അപ്പം ഞാൻ ടിപ്പിക്കൽ കോട്ടയംകാരാണ്, ടിപ്പിക്കൽ കോട്ടയംകാരൻ. അഭിലാഷ് അനുപമ സിനിമ കാണാൻ പോകുന്ന കോട്ടയംകാരൻ. പക്ഷെ അവിടെ പോയാൽ മൊത്തം കൾച്ചറൽ ഡിഫറൻസ്, പിന്നെ അവിടുത്തെ റിച്വൽസുകൾ, തൃശ്ശൂരിൻ്റെ ഭാഷ, കൾച്ചർ, നാടൻ പാട്ടുകൾ, കൊടുങ്ങല്ലൂർ ഭരണി, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കൾച്ചേഴ്സ്, പാടങ്ങൾ. അപ്പം പിന്നെ ഈ വർക്ക് ഷെഡ്യൂൾ ഇപ്പോൾ 24/7 വർക്ക്. അപ്പം നാടകം നടക്കുമ്പോൾ നമ്മൾ ലൈറ്റ് കിട്ടണം, നമ്മൾ കുഴിത്തണം, നമ്മൾ റിഹേഴ്സ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ്. പിന്നെ അവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടെങ്കിൽ മെസ്സൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് തയ്യാറാക്കണം, പ്രിപ്പയർ ചെയ്യണം, ഫുഡ് ഉണ്ടാക്കിയിട്ട് പോയി പഠിക്കണം. രാവിലെ പോയിട്ട് പയറുകറി ഉണ്ടാക്കും, പോയി ക്ലാസ്സിൽ ഇരിക്കും, പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് പിന്നെ കൂടും, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓക്കെ, പിന്നെ ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട്, ഇപ്പം ആ സമയത്ത് പ്രേം പ്രസാദ് ഏട്ടനുണ്ട്, അപ്പം അവരുടെ നാടൻപാട്ട് സംഘമുണ്ട്. അപ്പോൾ അവർ മോസ്റ്റ്ലി ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്യും. പിന്നെ സ്വന്തം ഗ്രൂപ്പുണ്ട്, അപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നാടൻ പെർഫോമൻസിന് ഗ്രൂപ്പാണ് ജനനയന. ഈ നമ്മുടെ പ്രസിദ്ധ ചാലക്കുടിയൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്, നാടൻ പാട്ട് പാടിയിട്ടുണ്ട്, വരിക പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. കുറെ സ്റ്റേജിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ ഒരു ഇത് കഴിഞ്ഞ്, ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഇത് കഴിഞ്ഞ് അല്ല, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞപ്പോ വരിക 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 ദൈവമേ ഞാനന്ന് പോയി വരട്ടെ, തെയ്യോ തക തെയ്യത്ത കിഴക്കൂതിക്കട സൂര്യ ഭഗവാനെ ഞാനന്നു കൈ തൊഴുന്നേ, തെയ്യോ തക തെയ്യത്ത. അങ്ങനെ അങ്ങ് പോകും. ഈ പാട്ടാണ് ഞാൻ NSTയുടെ ഇന്റർവ്യൂവിന് പാടിയത്. ആൾക്കാരെ ഒരു ചെറിയ തുണി അവിടെ അറേഞ്ച് ചെയ്ത് എന്നിട്ട് കൊണ്ട് നമ്മൾ ട്രഡീഷണൽ കലാകാരൻ ഈ മുണ്ടൊക്കെ കൊടുത്ത് തുണി വെച്ചിട്ട് വരിക വരിക വരിക. ഇപ്പൊ ഞാൻ ആ പാട്ട് പാടാൻ പറഞ്ഞപ്പോ അത്ര ഓർമ്മ വന്നില്ലേ? നന്നായിട്ട് ഓർമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പാടും. എനിക്ക് കാരണം നമ്മൾ പാട്ട് അതൊരു റിച്വലിസ്റ്റിക് പാട്ടാണ്. കൊടുങ്ങല്ലൂർ ഭരണി, കൊടുങ്ങല്ലൂർ അമ്മ, ശക്തി, മണ്ണ്, ആ ഒരു മണ്ണ്, ശക്തി, ഇതൊക്കെ കേൾക്കുമ്പോൾ ലൈക്ക് നമ്മൾക്ക് ഒരു ഇതൊക്കെ പാടുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ രോമമൊക്കെ. കാരണം ഞാൻ ഈ കോട്ടയത്ത് അങ്ങനത്തെ കൾച്ചറൊന്നും ഇല്ല. ഈ ഒരു ട്രഡീഷൻ ശക്തി വർഷിപ്പ് കുറവാണ്. നമ്മൾ കൂടുതലും മറ്റ് റിലീജിയൻ, പക്ഷെ അവിടെ ഈ ശക്തി വർഷിപ്പ് കൂടുതലുണ്ടല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു കാളി സ്വരൂപം അല്ലെങ്കിൽ ആ പാട്ട്, അപ്പോൾ എൻ്റെ ഒരു ഏരിയ അതാണ്. ഇപ്പം ഈ ആസ് എ തിയേറ്റർ ഡയറക്ടർ എൻ്റെ ഏരിയ വുമൺഹുഡ് ആ ഒരു ഇതാണ്.
കാളിയുടെ ഒരു സങ്കല്പം തന്നെ നമ്മൾ പറയുന്നത് മറ്റേ കണ്ണകി ചിലമ്പ് വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ വന്ന ഒരു കാളി സങ്കല്പത്തിലാണ് നമ്മളത് കൊടുങ്ങല്ലൂരിനെ പോലും നോക്കുന്നത്. എനിക്ക് പിന്നെ പ്രസീത ചാലക്കുടിയുടെ കൂടെ പാടി നമ്മൾ അവിടെ നിന്നാണ് നിന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു നാടൻ പാട്ട് കേൾക്കാന്ന് ഓർത്തിട്ട് ഞാൻ കൊണ്ടുപോയത്. അതിന് തിരിച്ചു പോരെ. അപ്പൊ എനിക്ക് പൈസ ഒന്നുമില്ല, ഇപ്പൊ NSD അപേക്ഷിക്കാൻ വേണ്ടി പൈസ ഒന്നുമില്ല. അപ്പൊ അപ്പോഴത്താണ് ഇങ്ങനെ ഒരു ആ സമയത്ത് ഇലക്ഷൻ 2006 ഇലക്ഷനാണ്, നിയമസഭ ഇലക്ഷൻ. അപ്പൊ തൃശ്ശൂർ മുഴുവൻ ഞാൻ പോയിട്ടും ആ സമയത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് തന്നെ, CPIM-ന് വേണ്ടിയിട്ട്. നാടകങ്ങൾ, ഞാനും പ്രസിദ്ധ മനോജേട്ടൻ ആ ഒരു ടീം നാടകങ്ങൾ, നാടൻ പാട്ട്, സ്ട്രീറ്റ് പെർഫോമൻസ് ചെയ്തു. അങ്ങനെ കുറച്ച് പേയ്മെന്റ് കിട്ടി. ആ പൈസക്കാണ് ഞാൻ NSDക്ക് അപേക്ഷിക്കുന്നൊക്കെ. അന്നത്തെ കാലത്ത് എത്ര രൂപയായിരുന്നു? അന്നെന്തോ അത്രയും അധികം ഇതില്ല, 500 ആ റേറ്റൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് 500 തീർച്ചയായും വലിയ കോമഡികളുണ്ടായിരുന്നത്. കാരണം എനിക്ക് NSD അപേക്ഷിച്ച ശേഷം ഒന്ന് ഡിഗ്രി ചെയ്യണം. NSDയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു വിട്ടേ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. കാരണം നമ്മുടെ ഒരു ഇന്റർവ്യൂ കണ്ട ആളുകൾക്ക്, അതായത് ഈ ചേട്ടൻ വന്ന ഒരു വഴിയെക്കുറിച്ച് ഒരാൾക്ക് ഇപ്പം ഇതുപോലെ തന്നെ കാണുന്ന ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടുത്തെ തൃശ്ശൂരത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ തമാശയാണെന്ന് പറഞ്ഞാൽ എന്തുവാ തമാശ? അതിന് ഇന്റർവ്യൂവിന് അവിടുന്ന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ NSDയുടെ ഇന്റർവ്യൂവിന് ഹിന്ദി ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഹിന്ദി മോണോലോഗ്സ് അയച്ചു തരും, ഹിന്ദിയിലെ മോണോലോഗ്. അപ്പൊ ഞാൻ ഹിന്ദി മോണോലോഗ് എനിക്ക് കിട്ടി. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അവർ അവിടെ പോയിട്ട് ഇന്റർവ്യൂവിന് പോകാൻ ചെല്ലാണ്ട്. അപ്പൊ ഞാൻ അവിടെ ഹിന്ദി ഇരുന്ന ആൾക്കാർ ആരും ഇല്ല. പിന്നുള്ള സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പോൾ അവർ ഈ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിട്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡ് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അവരെ കൊണ്ട് കാണിച്ച്, സാറേ ഇത് ഹിന്ദി മോണോലോഗ് ഉണ്ടെന്ന് പറഞ്ഞു വിതരാവോ. അവരിപ്പോൾ വായിച്ചു. അപ്പോൾ അവർ ലിപി ഹിന്ദിയാണ്, പക്ഷേ ടെക്സ്റ്റ് ഉറുദുവാണ്. ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക് നാടകത്തിലെ ഡയലോഗ് ഉറുദു, അള്ളാസിദർ ഖ്വാസ് കർത്താ ഉറുദു വേറെ ഇതാണ്, കുറച്ചും കൂടി ക്ലിഷ്ടാണ്. അപ്പോൾ അവർ മോനെ ഇത് ലിപി ഹിന്ദി, പക്ഷേ ഇത് ഉറുദു, ഇത് സംഭവം വേറെയാണെന്ന് പറഞ്ഞാൽ. പിന്നെ ഉറുദുവിന് എവിടെ പോകും? ഞാൻ പിന്നെ തൃശ്ശൂർ മുഴുവൻ തപ്പി. അങ്ങനെ ഹിന്ദി പ്രചാര സഭയിൽ പോയി. ഹിന്ദി പ്രചാര സഭയിൽ പോയിട്ട് അവർ സാറിനെ പോയിട്ടുണ്ട്, സാറേ ഇതിങ്ങനെ രക്ഷിക്കണം, ഇത് ഡയലോഗ് പഠിക്കണം. പുള്ളി മോനെ ഇത് ഉറുദു, പുള്ളിയാണ് പറയുന്നത്, മോനെ ഇത് ഉറുദു ആണ്, ഹിന്ദി അല്ല. പക്ഷേ ഒരു ടീച്ചറുണ്ട് അവിടെ, അവർക്ക് ഉറുദു അറിയാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. ടീച്ചർ വന്നു. ടീച്ചറിനോട് ചോദിച്ചു. ടീച്ചർ പിന്നെ എല്ലാത്തിൻ്റെ വേർഡിൻ്റെ മീനിങ്സ് എഴുതി തന്നു, എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം. അപ്പം അതൊരു ഇത്രയും നിന്നുള്ള ഡയലോഗാണ്. അപ്പോൾ അത് പകുതി 4 സെന്റൻസ് വരെ നമുക്ക് ഓർത്തിട്ടും പറ്റുള്ളൂ. ഓക്കെ, അത്രയും പഠിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ഇപ്പോൾ ഇന്റർവ്യൂ ചെന്ന സമയത്ത് ഇത് തുടങ്ങി. അപ്പോൾ എനിക്കറിയാം തീരുന്ന സംഭവം എപ്പോഴും എൻ്റെ എവിടെ വരെ പോകുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അടുത്ത സെന്റൻസ് കൂടെ മറക്കും, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അപ്പഴത്തന്നെ ഒരു കൈ കടിച്ച് മതി 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 അങ്ങനെ അവിടെ നിർത്തി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുറെ ടെസ്റ്റ് ഉണ്ട്. അത് മാത്രം അങ്ങനത്തെ കുറെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഇത് കഴിയുന്നത്. പിന്നെ ഫൈനൽ ഇന്റർവ്യൂ ഡൽഹിയിലുണ്ട്. അത് അവിടെ 100 പേരോളം വരും. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പൂർത്തീകരിച്ചില്ലായിരുന്നു? ഇല്ലില്ല. അതെന്ത് പറ്റി? ഫിനാൻസിന്റെ ഇഷ്യൂ ആയിരുന്നു? ഫിനാൻഷ്യൽ ഇഷ്യൂ മാത്രമല്ല, അവിടെ നിന്ന് ഞാൻ അവിടെ പഠിക്കണമെങ്കിൽ എനിക്ക് പൈസ വേണം. പൈസ വേണമെങ്കിൽ എനിക്ക് പണിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു 1.5 മാസം ഇതിനു വേണ്ടി പോയി, സ്ട്രീറ്റ് പ്ലേക്ക് വേണ്ടി പോയി. പിന്നെ പൈസ ഇല്ലല്ലോ. അപ്പം ഞാൻ പിന്നെ പണിക്ക് പോകാൻ തുടങ്ങി അവിടെ. അപ്പോൾ എൻ്റെ നാട്ടിലെ കൂട്ടുകാരെപ്പാരും അവിടെ പണിക്ക് വന്നത്, പെയിൻറ്റിങ് പണിക്ക്. തൃശ്ശൂർ ഡ്രാമ അടുത്തുണ്ട്, തൊട്ടപ്പുറത്തെ. അപ്പോൾ അമ്മമാരെ വിളിച്ച് പിന്നെ അവരോട് പണിക്ക് പോവാം. പകൽ പണിക്ക് പോകുമ്പോൾ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും അവിടെ, ഞാൻ ചെല്ലുമ്പോൾ പിള്ളേർ എൻ്റെ കൂടെ എൻ്റെ ബാച്ച്മേറ്റ്സ് നാടൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലണ്ടനിലെ സെൻട്രൽ സെൻറ്റ് മാർട്ടിൻ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് നാടൻ ചെയ്യുക. അപ്പോൾ ദീപശിവരാമൻ, അഭിലാഷ് പള്ളി ഇപ്പോൾ ഡയറക്ടർ, അവർക്ക് നാടൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. പിന്നെ എനിക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ഇറങ്ങി മാക്സിമം പോകാന്നുള്ളൂ. ഏത് നനഞ്ഞിന് കുളിച്ച് കയറുക. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നത് NSD ആണ്. അപ്പോൾ ഡ്രീമാണ്. ഓക്കെ, അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നാഷണൽ സ്കൂൾ ഡ്രാമ. അപ്പോൾ അവിടെ സ്റ്റുഡൻസിന് 3 വർഷം പഠിക്കാൻ പറ്റും. പിന്നെ നല്ല ഫെസിലിറ്റീസ്, പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഡ്രീം. എനിക്ക് നമ്മളിപ്പോൾ നവോദയ പഠിക്കുക, നമ്മൾ സ്കൂളിൽ പോയി നവോദയ പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ NSD വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം അങ്ങനെ ഞാൻ ഡിഗ്രി എഴുതിയെടുത്തു. അപേക്ഷിച്ചു. കിട്ടുന്ന യാതൊരു ഇതുമില്ല, കാരണം അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. അങ്ങനെയാണ് ഡിഗ്രി പൊട്ടിപ്പോയ ഡിഗ്രിയോട് വീണ്ടും എഴുതിയെടുക്കുന്നത്. അതും വലിയ കോമഡിയാണ്. അത് പിന്നീട് പറയാം. അതായത് ഈ ഡിഗ്രി ഉണ്ടെങ്കിലേ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ കിട്ടുള്ളൂ. അത് മാത്രമല്ല, പിന്നെ കുറെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. ഒരു 6ഓളം നാടകങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി അറിഞ്ഞിരിക്കണം. ഇതൊന്നും എനിക്ക് അത്രയില്ല. മീൻസ് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദു ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. അത്രയും നാടൻ ഞാൻ ചെയ്തിട്ടില്ല. ഒരു 4-5 നാടൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അപേക്ഷിച്ചു. പിന്നെ നമ്മൾ ഡു ഓർ ഡൈ ആണല്ലോ, ഫൈറ്റ് ചെയ്തു. മീൻസ് നമ്മൾ നന്നായിട്ട് തന്നെ പ്രയത്നിച്ചു. ഫൈനൽ കിട്ടി.
കിട്ടിയതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണോ ലൈഫ് പിന്നീട് ഒരു കുറേ കൂടെ വിഷൻ ഫോക്കസ്ഡ് ആയിരുന്നു? ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കുന്നു. അവിടെ നിന്ന് പഠിച്ചിട്ട് പിന്നീട് എങ്ങനെയായിരുന്നു? അവിടെ ഞാൻ പഠിച്ച അവിടെ ചെല്ലുമ്പോഴത്തേന് എനിക്ക് അഭിനയമാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആക്ടറാണ് ആവേണ്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ മൊത്തം നാടകം മുഴുവൻ ഹിന്ദിയിലാണ്, മൊത്തം സീൻ വർക്ക്സ് ഉണ്ട്, പിന്നെ നാടകമുണ്ട്, ഇതെല്ലാം ഹിന്ദിയിലാണ്. അപ്പം നന്നായിട്ട് ഹിന്ദിയിൽ ഫ്ലോയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയണം. നമ്മൾ കച്ചട്ടത്താപ്പ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും അതങ്ങ് പോകും, സീനങ്ങ് പോകും. സോ പിന്നെ അവിടുത്തെ പല ടീച്ചേഴ്സും ക്ലാസ്സിൽ തന്നെയുണ്ട് ഈ ഹിന്ദി പറയുന്ന കുട്ടികൾക്ക് കുറച്ച് മോർ ഫേവറബിൾ ആയിട്ട് സംസാരിക്കുക, അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ചെറുതായിട്ടൊന്ന് ഇൻഡയറക്റ്റ്ലി ചെറുതായിട്ടൊന്ന് ഇതാക്കും. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ എന്നെ ഓർത്ത് ഞാനിപ്പോൾ ഇവിടെ NSC വന്നിട്ട് ഹിന്ദി പഠിച്ച് അല്ലെങ്കിൽ അതിനുള്ള സമയം സാഹചര്യമില്ല. അഥവാ തന്നെ ഞാൻ ഇങ്ങനെ ആക്ടിങ് ഇപ്പോൾ 2 സ്പെഷ്യലൈസേഷനാണ്, ഒന്ന് ഡയറക്ഷൻ ആൻഡ് ഡിസൈൻ, പിന്നെ ആക്ടിങ്. അപ്പം ഈ ആക്ടിങ് ഞാൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ അത്ര ചാൻസ് കിട്ടത്തില്ല. കാരണം ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ് എനിക്ക് എല്ലാം മെയിൻ റോൾ കിട്ടാൻ പാടാം. എനിക്ക് കിട്ടുന്ന കുന്തക്കാരൻ അല്ല അങ്ങനെയുള്ള ചെറിയ റോൾസ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ 2 വർഷം ചെയ്യേണ്ടി വരും ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ സമയം അത്രയും എനിക്ക് പോകും തോന്നി. അപ്പോൾ ഞാൻ ബുദ്ധിപരമായിട്ട് തോന്നി എനിക്കെന്ന് അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ആൻഡ് ഡിസൈനിങ് അത് ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്സാണ്, ഓരോ ഡിപ്പെൻഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതുമാതിരി പണ്ട് പോലെ ഈ ഡയറക്ഷൻ ചെയ്യാനുള്ള ഇതെനിക്കുണ്ട്. ഞാൻ വരയ്ക്കും, കുറേ ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്യുമായിരുന്നു പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ഡയറക്ഷൻ സെലക്ട് ചെയ്തു. പക്ഷെ അതെൻ്റെ ഏറ്റവും റൈറ്റ് ഡിസിഷൻ അതായിരുന്നു, അതെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി, കൂടുതൽ ഇൻഡിപെൻഡന്റ് എൻ്റെ ഒരു സ്കിൽ എനിക്ക് അറിയാൻ പറ്റി ആസ് എ ഡയറക്ടർ, ആസ് എ ഡിസൈനർ. അല്ല, അങ്ങനെയുള്ള നിലയിൽ ഒരു സ്ക്രീനിലേക്ക് പോകുമ്പോഴും ഒരു ഡയറക്ടർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരു പെർഫോമർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല അത് ടീച്ചർ അല്ല, എനിക്ക് കുറച്ചും കൂടി മോർ അക്കാഡമിക്കലി എനിക്ക് അതിന് എന്നെ എൻട്രി ചെയ്ത്. അവിടെ നിന്നാണ് പിന്നെ ഫാക്കൽറ്റി ആയിട്ടും HOD ആയിട്ടും. NST കഴിഞ്ഞ് എൻ്റെ ഡിപ്ലോമ പ്രൊഡക്ഷൻ ഉണ്ട്, അത് ഒരു അത്യാവശ്യം നോട്ടബിൾ ഡിപ്ലോമ പ്രൊഡക്ഷൻ ആയിരുന്നു NSTക്കുള്ളിൽ, അല്ലെങ്കിൽ NSTയുടെ ഒരു ഫാമിലിക്കുള്ളിൽ. അപ്പോൾ അത് കണ്ട എക്സാമിനുണ്ട് നീലം മാൻസിംഗ് ചൗധരി, അവർ പത്മശ്രീ നീലം മാൻസിംഗ് ചൗധരി, അവർ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ അവർ ഈ നാടകം കണ്ടിട്ട് അവരെന്നെ ആസ് ഫാക്കൽറ്റി ആയിട്ട് വിളിച്ചു. എന്നോട് ഒരു മോനെ കുമാരെ, നീ എൻ്റെ ഈ നാടകം നീ എൻ്റെ സ്റ്റുഡൻസിനോട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഫാക്കൽറ്റി ആവുന്നത്, ടീച്ചറായിട്ട് പോകുന്നത്. അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റുഡൻസ് 24 വയസ്സുള്ള സ്റ്റുഡൻസ് ആണ്, എന്നെക്കാളും പ്രായമുള്ള സ്റ്റുഡൻസും ആ ബാച്ചിലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം ആസ് എ ടീച്ചർ. അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം പിന്നീട് എപ്പോഴാണ് പൂനെയിലേക്ക് വന്നത്? അവിടുന്ന് പിന്നെ ഒരു 3 വർഷം, കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് പൂനെ ഫിലിം സിറ്റി പോയി ആക്ടിങ് പഠിച്ച് തിരിച്ചു. അവിടെ 3 വർഷം ഞാൻ കണ്ടിന്യൂസ് പഠിപ്പിച്ചു, പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും തിയേറ്റർ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ കുറേ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. മറ്റേ ചെക്കോസ്ലോവാക്യ, ചൈനയിലൊക്കെ പോയി വർക്ക് ചെയ്തു. ഡൽഹി ബേസ്ഡ് ആയിട്ടാണ് മൊത്തം വർക്ക് ചെയ്തത്. ഇറ്റ്ഫോക്കിന് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ 2013 എനിക്ക് ജോലി കിട്ടുന്നു മധ്യപ്രദേശ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ HOD ആയിട്ട്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങനെ ഡ്രീമുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറേ സംഭവം നടന്നിട്ടുണ്ട്, നസീർ ഷായെ കാണുന്നു, അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ NSC പഠിക്കുന്ന സമയത്ത്. അവസാനം 2013 എനിക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടിയിട്ടും എനിക്കെപ്പോഴും നടനാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നസറുദ്ദീൻ ഷായെ കാണുന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴാണ്. അതെന്താ പറയാതെ പോകുന്നു, ഞങ്ങളൊക്കെ കാണാൻ അത് ആ ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഒന്ന് മാറ്റിമറിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ NSTയിൽ ഫൈനൽ ഇയർ പഠിക്കുകയാണ്, ഫൈനൽ ഇയർ ഡയറക്ഷൻ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടെ എൻ്റെ ബാച്ചിൽ ആക്ടേഴ്സ് 14 പേരുണ്ട്, ഡയറക്ഷൻ സ്റ്റുഡൻസ് ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി എപ്പോഴും. ആക്ടേഴ്സ് പറയും നിങ്ങൾ ഭയങ്കര ബോർ ആൾക്കാരാണ് എന്ന് പറയും. ഇപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിൽ വലിയ ബോർ ആൾക്കാർ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാണ്, ചെറിയ ക്ലാസ് ഫൈറ്റൊക്കെ. ആ സമയത്താണ് ഞങ്ങളുടെ ടൈം ടേബിളിൽ ഒരു ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും നെക്സ്റ്റ് വീക്ക് ക്ലാസ് വിത്ത് നസറുദ്ദീൻ ഷാ, ഓൺലി ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് കാർപ്പൻട്രി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നസറുദ്ദീൻ ഷാ ക്ലാസ് എടുക്കാൻ വേണ്ടി വരും, നമ്മളോട് കാർപ്പൻട്രി, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ക്ലാസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ NST ഡയറക്ടറോട് പോയി കണ്ടു. അനുരാധ കപൂറാണ് ഡയറക്ടർ. ഞാൻ പറയും മാഡം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ക്ലാസ്സിൽ പോയിരിക്കണം, ഞങ്ങളെ കൂടെ ഒന്ന് ചേർക്കുമോ, എൻ്റെ ഇവിടെ മാറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു നോ നസീർ ഓൺലി വോണ്ട് ടു വർക്ക് വിത്ത് ആക്ടേഴ്സ്, അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, നിങ്ങൾ കാർപ്പൻട്രി പരിപാടിയൊക്കെ പോകണം പറഞ്ഞു. ശരി, അപ്പോൾ ഞങ്ങൾ കാർപ്പൻട്രിയുടെ പരിപാടിയൊക്കെ ഒരാഴ്ച പോയി. അപ്പോൾ നസീർ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, അപ്പോൾ അദ്ദേഹം ക്യാമ്പസിൽ വരത്തില്ല, ഹോസ്റ്റലിൽ വരുള്ളൂ. കാരണം ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഒരു ലിവിങ് റൂം സെറ്റപ്പ് ക്ലാസ്സാണ് റിയലിസ്റ്റിക് ആക്ടിങ്ങിന്. അപ്പം പുള്ളി ക്യാമ്പസിൽ വന്നിട്ടേ ഇല്ല. അപ്പോൾ പുള്ളിക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ പുള്ളിയെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കേൾക്കാം പുള്ളി വന്നു പോയെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കിട്ടി. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 മാസം ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിന് ശേഷം സാറ് വീണ്ടും വരുവാണ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട്.
ആ സമയത്ത് ഞങ്ങളുടെ പേരും ഈ ടൈം ടേബിളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സൺഡേ ആണ്. അപ്പോൾ പുള്ളി ഞങ്ങളുടെ ബാച്ചിലെ CR ഉണ്ട്, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്. പുള്ളിയോട് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് വരുമായിരിക്കും, സമയം പറയാം, അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ. രണ്ടാമത്തെ അത് സാറ് പോയിട്ട് 4-5 മാസം കഴിഞ്ഞ് വീണ്ടും വരികയാണ്. അപ്പോൾ നേരത്തെ പഠിപ്പിച്ച ഒരു മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പ്രാവശ്യം. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഡയറക്ഷൻ സ്റ്റുഡൻസിൻ്റെ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ് റെപ്രസെൻറ്റ് പറഞ്ഞു, അദ്ദേഹം വരുന്ന ഉച്ചയ്ക്ക് ഫ്ലൈറ്റിലാണ് വരുന്നത്, അപ്പോൾ ആ സമയം പറയാം, അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അതൊരു സൺഡേ ആണ്. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിനോടെല്ലാം പറഞ്ഞാൽ നിങ്ങൾ പറയണം. അപ്പം എനിക്ക് ചെറിയ ഫോണാണ്, മറ്റേ ഫോൺ, ചെറിയ ബേസിക് ഫോൺ, ആ ഫോണാണ്. ഞാൻ ക്യാമ്പസിലോട്ട് പോകുന്നു, ക്ലാസ് ഹോസ്റ്റലാണ്, സൺഡേ ആണ്. അപ്പോൾ മെസ്സ് ക്യാമ്പസിലാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ക്യാമ്പസ് തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കാരണം ഇവർ വിളിച്ച് പറയും അപ്പോൾ ചെന്നാൽ മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ഒന്ന് സ്ലം ഡോഗ് ബില്ലിനർ ഇറങ്ങിയ സമയം അത് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക, കാരണം അവർ വിളിക്കുമല്ലോ. ഇവന്മാരാരും വിളിച്ചില്ല. ഞാൻ ഇഴിച്ചു ബാക്കി എല്ലാവരും ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുക, ഇവർ വിളിക്കുന്ന വെച്ചുകൊണ്ട്. കട്ടു ആ സ്പേസ്. അപ്പോൾ അവിടെ ക്ലാസ്സിൽ നസീർ സാറ് വരുന്നു, ഞാനില്ലാതെ ബാക്കി 14 ആക്റ്റീവ് സ്റ്റുഡൻസും 4 ഡയറക്റ്റ് സ്റ്റുഡൻസും ഇരിക്കുകയാണ്. അപ്പം സാറിൻ്റെ ക്ലാസ്സിൽ സാറിങ്ങനെ പറയും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും, ഒരു എക്സസൈസാണ്, ആക്ടിങ് എക്സസൈസ് ചെയ്യാൻ പറയും. അപ്പം സാറ് പറഞ്ഞു ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് കാണിച്ചത് ഞങ്ങളുടെ ഡയറക്ഷൻ സ്റ്റുഡൻസിൻ്റെ അവരെ നോക്കി കാണിച്ചത്. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്താ ചെയ്യണമെന്ന്. അവരങ്ങോട്ട് കൊണ്ട് നോക്കി എന്ത് ചെയ്യടാ. അപ്പോൾ സാർ നോക്കുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് അവർ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ലാസ്റ്റ് ടൈം പഠിപ്പിച്ച എന്താന്ന്. പുള്ളി പെട്ടെന്ന് സാറിന് പെട്ടെന്ന് ദേഷ്യം വരും. സാറ് നോക്കുമ്പോൾ ഇവർ അങ്ങോട്ടും കണ്ണു വിട്ടുകൊണ്ടിരിക്കുക. സാറ് എഴുന്നേറ്റ് ഷൗട്ട് ചെയ്ത് നിങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇത്ര ദൂരം നിന്ന് ഫ്ലൈറ്റിൽ വരികയാണ് ക്ലാസ്സിന് വേണ്ടി മാത്രം, എനിക്കും എൻ്റെ വർക്ക്സ് ഉണ്ട്, ഇത് നല്ലൊരു ഡിസിപ്ലിൻ അല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോയി. സാറ് ക്ലാസ് വിട്ടച്ച് പോയി. സാറ് വിട്ടച്ച് പോയപ്പോഴത്തേനും മൊത്തം ആക്ടേഴ്സ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞ്, ഡയറക്ടർ സ്റ്റുഡൻസ് ഭയങ്കര മോശം സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എന്തിനാ ക്ലാസ്സിൽ വന്ന് ഞങ്ങളുടെ സമയം കളയാനാണോ, മൊത്തം ഇവരോട് അബ്യൂസ് ചെയ്ത് എൻ്റെ ബാച്ച്മേറ്റ്സിനെ. ഞാനൊന്നും അറിയുന്നില്ല. അപ്പോൾ അമ്മാരനെ വിളിച്ച് എൻ്റെ ഡയറക്ഷൻ ബാച്ച്മേറ്റ്, കുമാർ നീ എവിടെയാ? അവനിവിടെ പടം കണ്ടോണ്ടിരിക്കുക, നീ എന്നെ ക്ലാസ്സിൽ വരാഞ്ഞു? ഞാൻ പറയാം ഞാൻ ക്ലാസ്സിൽ വരാഞ്ഞു, നിന്നോടല്ല ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ടായിരുന്നോ? അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തുണ്ടായി? നസീർ സാർ ക്ലാസ്സിൽ വന്നു, അപ്പോൾ ഞാൻ ക്ലാസ് ചെയ്യാൻ പറ്റിയില്ല, സാറ് വഴക്ക് പറഞ്ഞു, സാർ ഇറങ്ങിപ്പോയി. അപ്പോൾ സാർ ഇറങ്ങിപ്പോയതുകൊണ്ട് എൻ്റെ കാരണം മൊത്തം ഞങ്ങളുടെ മുകളിലോട്ടാക്കി. ഇപ്പം ഞങ്ങളോട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ആക്ടേഴ്സ്. ഞാൻ പറഞ്ഞു നമ്മൾ അനുഭവിച്ചോളാൻ പറഞ്ഞു. ഒന്നാമത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. പിന്നെ അവർ എൻ്റെ അടുത്ത് കരഞ്ഞു പോയി വന്ന് എൻ്റെ ബാച്ച്മേറ്റ്സ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എടാ ഇത് പ്രശ്നം നമ്മുടെ അല്ല, പ്രശ്നം നമ്മുടെ ഡയറക്ടറുടെയാണ്. കാരണം അവർ ഫസ്റ്റ് പ്രാവശ്യം നമ്മുടെ പേര് എൻ്റെ വിളിച്ചില്ല, സെക്കൻഡ് ടൈം വിളിച്ചു. അപ്പോൾ നമുക്കറിയില്ലോ ഫസ്റ്റ് ടൈം എന്ന് പഠിപ്പിച്ചെന്നുള്ളത് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഈഗോ ഹട്ടായല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ NSC ഡയറക്ടറുടെ റൂമിലോട്ട് ചെന്നു. അനുരാധ കപൂർ പറയും മാഡം ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി, മാഡം കാരണമാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായത്, ഞങ്ങൾ ഭയങ്കര ഹർട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഈ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യുക. ഞങ്ങൾ നസീറുഷായുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തു. ഓക്കെ, ഇത് സ്റ്റോറി. സെയിം ടൈം നസീർ സാറിൻ്റെ ക്ലാസ് ഉച്ച കഴിഞ്ഞ ക്ലാസ്. ഓക്കെ, അപ്പം ഹോസ്റ്റലിൽ ഉച്ചവരെ രാവിലെ 10 തൊട്ട് 1 മണി വരെ ക്യാമ്പസിൽ ലണ്ടനിൽ നിന്ന് വന്നൊരു അന്ന ഹെലൻ മാക് ഹെലൻ എന്നൊരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ ഷേക്സ്പിയർ ആക്ടിങ്ങിൻ്റെ ഒരു ക്ലാസ് ചെയ്യുന്നത്, അതിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്ലാസ്സിൽ എല്ലാവരും വർക്ക് ചെയ്യും. ഉച്ച കഴിഞ്ഞ് ആക്ടേഴ്സ് ഹോസ്റ്റലിലോട്ട് പോകും, ഞങ്ങളവിടെ ക്യാമ്പസ് നിൽക്കും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഇതിലെല്ലാവരും അഭിനയിക്കണം. അപ്പോൾ എൻ്റെ ബാച്ചിലെ ഡയറക്ടേഴ്സ് പറഞ്ഞു ഞാൻ ലൈറ്റ് ചെയ്യാം, ഞാൻ കോസ്റ്റ്യൂം ചെയ്യാം, ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് അവരും വൈകി സ്കൂട്ടായി. പിന്നെ ഞാൻ മാത്രമുണ്ട് അവിടെ. പിന്നെ ലക്കിലി എനിക്കില്ലേ, ഞാൻ പാടുന്നതുകൊണ്ടല്ല, ഇങ്ങനെ നാടൻ പാട്ടൊക്കെ ഉള്ള പരിപാടി ഉള്ളത് കൊണ്ടും ഏരിയ പിടിക്കുന്നതുകൊണ്ടും മിമിക്രി അറിയാവുന്നതുകൊണ്ടും ഞാൻ കുറച്ച് ഏരിയ പിടിച്ച് എനിക്ക് കുറച്ച് 1-2 ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് പറഞ്ഞു, എൻ്റെ ഡയറക്ടേഴ്സ് പറഞ്ഞു കുമാര നീ ഉമ്മാരുടെ ഏരിയ പിടിച്ച് താർത്തോണം, ഉള്ളമാരെല്ലാം തടിച്ച് താർത്തോണം, നീ കയറി പെർഫോം ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഇടിച്ച് നിന്നിട്ട് എനിക്ക് ഫസ്റ്റ് ബിഗിനിങ് സീൻസിൽ ഒരു പാട്ട് കിട്ടി, പിന്നെ 1-2 സീൻസ് കിട്ടി, അക്രോബാറ്റിക് അങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ ഉള്ള സീൻസ് കിട്ടി, സ്റ്റൈലിഷ് സീനാണ്. അപ്പം ഷേക്സ്പിയറിൻ്റെ മിഡ്സമ്മർ നൈറ്റ് ഡ്രീംസിലെ കിങ് ഒബ്രോൻ്റെ റോളാണ് കിട്ടിയത്. അപ്പം ഒരു അരമണിക്കൂർ പെർഫോമൻസ്. അപ്പം ഞാൻ പ്ലസ് എൻ്റെ ആക്ടിങ് ബാച്ച്മേറ്റ്സിലും ഒരു പെർഫോമൻസാണ് ഡെമോ. അപ്പോൾ ഈ ഡെമോ കാണാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് എല്ലാവരും വന്നു, പ്ലസ് നസീർ ഷാൻ വരുന്നു ഡെമോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി വരുന്ന എനിക്ക് അറിയത്തൊന്നുമില്ല ഇതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അറിയത്തില്ല സംഭവം ഇദ്ദേഹം വരുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആസ് യൂഷ്വൽ പെർഫോം ചെയ്തു, തകർത്ത് ഇവരെല്ലാം മുന്നേ ഇവരെ ആക്ടേഴ്സിനൊക്കെ സൈഡാക്കി മെയിൻ റോള് മൊത്തം
ഹൈ എനർജി പെർഫോമൻസ് അടിച്ച് തകർത്ത് ഫ്ലാറ്റ്. നാടകം കഴിഞ്ഞു, സീൻ വർക്ക് കഴിഞ്ഞു, ലഞ്ച് ബ്രേക്ക്, എല്ലാവരും അവരുടെ വഴിക്ക് പോയി. ഞാൻ ആസ്യൂഷൻ എൻ്റെ വഴിക്ക് പോയി. അവിടെ എന്തൊക്കെയോ ബീഡിയൊക്കെ വലിച്ച് അവിടെ നിൽക്കുക ക്യാമ്പസിൻ്റെ കോറിഡോറിൽ. അപ്പം ഇങ്ങനെ ഒരു ശ്മശാന മൂകതയായിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരൊച്ച പറയുന്ന സൗണ്ട് അല്ല, മുരൾച്ച, കോൺ ഹേ തും ഹോ ജോ ആക്ടിങ് കർ രഹാ താ. ഞാൻ നോക്കി, ദൈവം ഇതെന്താ സൗണ്ട് നോക്കുമ്പോൾ തന്നെ സാഷ നസറുദ്ദീൻ ഷാ. ഞാൻ ജീവനോടെ കാണുക, ഇത് കേട്ടിട്ടുള്ളൂ ഈ പുള്ളി അവിടെ വന്ന് ഇവിടെ വന്ന് ഓടിച്ചെന്നൊക്കെ. ഇത് ആളെങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ ഫോട്ടോ കണ്ടു, പക്ഷെ ഈ ഒരാൾ റിയൽ ആയിട്ട് കാണുക. അപ്പൊ ആ ഭാഗത്ത് ആരുമില്ല, ആ ഏരിയയിലെ ആരുമില്ല. പുള്ളി ഇങ്ങനെ നടന്ന് കോറിഡോർ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് കണ്ടിട്ട് ഈ കണ്ട് നോക്കി എന്തായി. അപ്പൊ പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നു, നീ ആണോ അഭിനയിച്ചത് അവിടെ ഈ സീൻ വർക്കിൽ? ഞാൻ പറഞ്ഞു അതെ സാർ. പുള്ളി അപ്പത്തിന് കൈ ഇങ്ങനെ ഷാരൂഖ് ഖാനെ പോലെ കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക. ഞാനും പോയിട്ട് കെട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ ചെസ്റ്റിൽ തലച്ചിട്ടിരിക്കുക. അപ്പോൾ പുള്ളി വെച്ച്, നീ എന്താണ് എൻ്റെ ക്ലാസ് വരാമെന്ന് ചോദിച്ചു ഹിന്ദിയിൽ. അപ്പം തും ക്യോ നെയ് ആയ മേ ക്ലാസ് മേ? സാർ ഞാൻ ആക്ടിങ് സ്റ്റുഡൻ്റ് അല്ല, ഞാൻ ഡയറക്ടർ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. നോ 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 നോ, യു ആർ എൻ ആക്ടർ, യു ഹാവ് ടു ഡു ആക്ടിങ്. ഓക്കെ, അപ്പം നീ വിട്ടോ, നീ ഡയറക്ഷൻ പരിപാടി മൊത്തം വിട്ടോ, നീ ആക്ടറാണ്, നീ അതിനായിട്ടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ച് പറയുക. അപ്പോൾ അത് ഞാനപ്പോൾ എനിക്കിത് വിശ്വാസം വരുന്നില്ല, ഈ സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കി ഇതാരും കാണുന്നുണ്ടോ, ഫോട്ടോ എടുക്കുന്നുണ്ടോ, ആരുമില്ല. അന്നേരം സാറിന് പോയി. അപ്പൊ എനിക്ക് വിശ്വാസം വരുന്നില്ല. എൻ്റെ ഈ ഇങ്ങനെ ആള് ഇങ്ങനെ എന്നെ വിളിക്കുന്നോ പിടിക്കുന്നോ യാതൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതെനിക്ക് ഈ ഒരു ഇവന്റ്, ഈ ഒരു ഇൻസിഡന്റ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒന്നാമത് ആക്ടറാണോ എന്നുള്ള ഇതുണ്ട്. പ്ലസ് പുള്ളി വന്ന്, അദ്ദേഹം ലെജൻഡറി ആക്ടർ, ആക്ടിങ് മാസ്റ്റർ, പുള്ളി പറയാണ് നീ ആക്ടറാണ്, നീ ഡയറക്ഷൻ വിട്ടോ എന്ന് പറയുമ്പോഴത്തേനും എന്നെ നോക്കാനാ. അത് ഉള്ളി ഭയങ്കരമായിട്ട് കിടന്നു. പക്ഷേ ലൈഫിൽ NSC കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി അസ്ഥിയായിട്ട് ഡയറക്ടറായിട്ടാണ്, അത് ടീച്ചറായിട്ടാണ്. അപ്പോൾ ഭക്ഷണം വലിയ പ്രധാനമാണ് ഒബിയസ്ലി. അപ്പോൾ സോ വർക്ക് കിട്ടുന്ന കൂടുതൽ അതാണ്. അപ്പം അങ്ങനെ ചെയ്ത് അതിൻ്റെ സൂം പിടിച്ച് ടീച്ചറായിട്ട് പിള്ളേരുണ്ട്. സാറേ അപ്പോൾ നോർത്ത് ഇന്ത്യ ആണ്, അപ്പം കാര്യം തൊഴുതും സാറ് ഗുരുജി പ്രണാം ആ സാറിന്. അപ്പോൾ നമ്മളൊരു ഗുരു സാർ, ഓക്കെ ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. ആദ്യം ട്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുക, ട്രിപ്പ് കയറ്റിയല്ല പ്രണാമ ഗുരുജി. പക്ഷെ പിന്നീട് ഇങ്ങനെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടന്നു. എൻ്റെ ലൈഫിൽ തന്നെ കുറേ ഇൻസിഡൻറ്റ് നടന്നു. എനിക്ക് വയ്യാണ്ടായി. അപ്പം എന്നിട്ട് അവിടെ നിന്ന് ഒരു ഡെത്ത് ബെഡിലൊക്കെ ആയിപ്പോയി. എനിക്ക് ഒരു സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഹെഡ് ഇഞ്ചുറി. ഓ അതാണല്ലേ ബാക്കിൽ ഇവിടെ. അപ്പോൾ ആ ഇഞ്ചുറി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ കാഴ്ചയൊക്കെ പോയി, സൗണ്ടൊക്കെ പോയി, ഫിസിക്കലി ഏബിൾ അല്ലായിരുന്നു. അതെന്ത് സംഭവിച്ചതാണ്? ഒരു ആക്സിഡൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, മീൻസ് നാട്ടിൽ വെച്ച് തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം പറഞ്ഞ കാര്യം. പ്ലസ് ഇപ്പം എനിക്ക് പണ്ട് മുതൽ ആഗ്രഹം ഒരു ആക്ടർ ആവാനാണ്. ഞാൻ അതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. ഞാൻ NST പോയി പഠിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സീനിയേഴ്സ് മീൻസ് NSC പഠിച്ച ആക്ടേഴ്സിൽ നിന്ന് നമ്മുടെ ആശിഷ് വിദ്യാർത്ഥി, അവരൊക്കെ NSC പഠിച്ച. അപ്പോൾ ഞാൻ അവരൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇർഫാൻ ഖാൻ, അപ്പോൾ ഇവരൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ അവിടെ വരെ പോയി പഠിച്ചു. പക്ഷേ ആക്ടറായില്ല ഞാൻ. വൈ നോട്ട്? ഞാൻ ആക്ടറായില്ല. എനിക്ക് ആ സമയം നല്ല ബോഡിയുണ്ട്, നല്ല കണ്ണ് കാഴ്ചയുണ്ട്, ഫിസിക്കുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഞാൻ ആ അവസ്ഥയല്ല. ഞാനിപ്പോൾ ഒരു ബെഡിലാണ്. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് മൈ ഹാൻഡ്സ്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കാര്യം ഭയങ്കരമായിട്ട് അത് ഈവൻ നസീറുദ്ദീൻ ഷാ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീ ആക്ടർ ആളാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്ക് ആക്ടർ ആകാൻ പറ്റില്ല. ഭയങ്കര റിഗ്രറ്റ്, ഭയങ്കര കുറ്റബോധം. ഞാൻ പറയും ഞാൻ ഒന്നും കൂടെ പ്രേ ചെയ്ത് പടച്ചമ്പറാനെ ഒരു ചാൻസും കൂടി, ഒരൊറ്റ ചാൻസ്, ഒന്നും കൂടി എനിക്കൊരു ചാൻസ്, എനിക്ക് എൻ്റെ പോയ ഈ ബോഡിയും എല്ലാം തിരിച്ചു തന്നാൽ ഒറ്റ പ്രാവശ്യം ഞാൻ തെളിച്ചിരിക്കും, ഞാൻ ആക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ 7 മാസം കൊണ്ട് എനിക്ക് പോയ ബോഡി തിരിച്ചു കിട്ടി. ഞാൻ റിക്കവർ ചെയ്തു, നടന്നു ശീലിച്ചു. നോ ഇഷ്യൂ, നത്തിങ്. ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ അതിന്റെ ഡബിളായി, മിഷൻ ഡബിളായി. അങ്ങനെ പിന്നെ റിക്കവർ ചെയ്തു. പിന്നെയാണ് ഈ HOD ആയി ജോലി കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പണി എനിക്ക് അറിയാം. HOD ആയി ജോലി കിട്ടാൻ കാരണം ഈ ഡ്യൂറിങ് ദിസ് ടൈം എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വീട്ടുകാർ സെറ്റിൽ ചെയ്യണം, എൻ്റെ കുറച്ച് കാര്യങ്ങൾ റിക്കവർ ചെയ്യണം. അങ്ങനെ സെറ്റായി കഴിഞ്ഞ് ഒരു സമയമായപ്പോഴത്തേന് FT അപേക്ഷിച്ചു, ഫൈറ്റ് ചെയ്തു, എക്സാം ചെയ്തു, FT കിട്ടി, ജോലി രാജിവെച്ചു, പുഷ്പം പോലെ രാജിവെച്ചു. ദെൻ അവിടെ നസീറുദ്ദീൻ ഷാ വരുന്നു.
പഠിപ്പിക്കാൻ വേണ്ടി. ഓ, അവിടെ വന്നപ്പോ ഓർത്തിരുന്നോ? ഇല്ല, മറന്നുപോയി. അത് വേറെ കഥ. ഓക്കെ, എന്നിട്ട് അവിടെ എന്നെ ഒരു ഓവർ ദി ഇയർ ഒരു 20 days ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഒരു ആക്ടിങ് മെത്തഡോളജി എല്ലാം, ഈവൻ ട്രെയിനിങ് മെത്തഡോളജി എല്ലാം ഫ്രം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. ഓ, അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഹിന്ദിയിലേക്കുള്ള ഫസ്റ്റ് കോളിങ് അല്ലേ? അത് ഈ പറയുന്ന പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവർക്ക് ഇപ്പം ഒരാൾ ആക്ടർ ആവാൻ, ഇപ്പോൾ ഹിന്ദിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ ആക്ടർ ആവണമെന്ന് കരുതി ലൊക്കേഷൻസ് പോയി അലയുന്നതിലും എന്താ പറയുക, കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് നിങ്ങൾക്കുണ്ടല്ലേ, ലൈക്ക് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. ഇപ്പോൾ ബോളിവുഡിലെ മെയിൻ ആക്ടേഴ്സ്, നോട്ടബിൾ ആക്ടേഴ്സ് എല്ലാം NSD ട്രെയിൻഡ് ആണ്. ഇപ്പം പങ്കജ് ത്രിപാഠി, ഇർഫാൻ ഖാൻ, നവാസ് സിദ്ദിഖി, കുമുദ് മിശ്ര, കുറേ ആക്ടേഴ്സ് NSD ട്രെയിൻഡ് ആണ്. ഓക്കെ, പിന്നെ ഈവൻ FT ഇപ്പോൾ വിജയ് വർമ്മ, ജയദീപ് അലാവത്ത്, രസിക ദുഗ്ഗൾ, ഷാനി, ഇവൻ മലയാളത്തിൽ പിന്നെ സുദേവ് നായർ, കുറേ പേര് ഉണ്ട്. അപ്പം സോ ഇപ്പോൾ ആക്ടർ ആണെങ്കിലും NSD FT ഉണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഇവൻ കാസ്റ്റിങ്ങിലൊക്കെ ആണ് തന്നെ പ്രിഫർ ചെയ്യുന്നത് NSD FT ട്രെയിൻഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനൊരു കൺസിഡറേഷൻ ഉണ്ട്. മലയാളിയായ കറുത്ത ഒരു പയ്യൻ, അങ്ങനെ തന്നെ പറയും. കാരണം നിറം ഇന്നൊരു നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സാധനമാണ്. കറുത്ത ഒരാള്, പണ്ടൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ തന്നെ അറിയാം, ചേട്ടൻ ആ ഫസ്റ്റ് നാടകത്തിൽ അഭിനയിച്ച കുന്തക്കാരനായിട്ടാണ്. അതായത് എൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ, നമ്മൾ മിങ്കിൾ ചെയ്തിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നാടകത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളിൽ എപ്പോഴും പുറകിൽ നിൽക്കാൻ, ഇൻക്ലൂഡഡ് വിനായകൻ്റെ ഫസ്റ്റ് മാന്ത്രികം സിനിമയിലെ ഡാൻസിൽ നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് മെയിനിലേക്ക് വരാൻ, പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾക്ക് കുറേ ബാരിയേഴ്സ് ഉണ്ട്. അത് കളറുണ്ട്, കാസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ എത്തിപ്പിടിച്ച് നിൽക്കുന്നതിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന അപകർഷതാബോധങ്ങൾ, അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മുടെ സറൗണ്ടിങ് സൊസൈറ്റി നമുക്ക് തന്ന കുറേ സാധനങ്ങൾ, അവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതിൽ എപ്പോഴെങ്കിലും കറുപ്പ് ഒരു വില്ലനാവുകയോ, അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ കറുപ്പ് അങ്ങനെയൊക്കെ ആണോ, എങ്കിൽ പുതിയ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ കറുത്ത ആളാണ്, പക്ഷേ ഇപ്പം കുറച്ച് ഒരു കോളേജ് പഠിച്ച സമയത്തൊക്കെ നമുക്കറിയാം കറുത്താണല്ലോ, മീൻസ് കറുപ്പ്. പിന്നീട് നമ്മളെ ആഘോഷിക്കുമ്പോഴേ നമ്മുടെ ബാച്ച്മേറ്റ്സ്, ജൂനിയേഴ്സ്, ഫ്രണ്ട്സൊക്കെ ആഘോഷിക്കും, അവിടെ കളർ എന്നുള്ള സാധനം മാറുകയാണ്. പിന്നെ കളർ എന്നുള്ള ബോധ്യം വന്നത് NSD പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ മൊത്തം ഓൺലി ഫെയർ സ്കിന്നായ ആൾക്കാരാണ്. അപ്പോൾ ആ ബാച്ചിൽ അല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 60 സ്റ്റുഡൻസ് ഉണ്ട്, തന്നെ കറുത്ത ഒരാൾ ഞാനാണ്. പക്ഷെ അതെനിക്ക് അവിടെ ഇൻഫീരിയറിറ്റി പറയും, സുപ്പീരിയറിറ്റി കോംപ്ലക്സ്. കുമാർ, കാലു മീൻസ് കാലു എന്ന് കറുപ്പാണ്, പക്ഷെ കാലു മീൻസ് കൃഷ്ണന്റെ ഒരു ഇതാണ്. കാലു, കനയ്യ, കാലു ഒരു പെറ്റ് പേരാണ്. ഓക്കെ, അങ്ങനെ വിളിക്കുന്നു. അവർ ഭയങ്കര ക്യൂട്ടായിട്ട് വിളിക്കുന്നു. പിന്നെ എൻ്റെ ബാച്ച്മേറ്റ് അനാമിക, പുള്ളിക്കാരത്തി കമലഹാസൻ വിളിക്കും. ഇപ്പൊ കമലഹാസൻ വന്നല്ലോ, അവനടുത്ത് നമ്മൾ സുന്ദരനാണെന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ അത് മാറി തുടങ്ങി. പിന്നെ വീണ്ടും ഞാൻ നോർത്ത് ഇന്ത്യ മുഴുവൻ പോകുമ്പോഴത്തേക്കിനെ ഞാൻ കറുത്തതാണ്ട് തന്നെ അറിയാം സൗത്ത് ഇന്ത്യൻ ആണെന്ന്. സൗത്ത് ഇന്ത്യൻ അവർ ഭയങ്കരമായിട്ടും മീൻസ് എന്നെയൊക്കെ ഇപ്പൊ സൗത്ത് ഇന്ത്യൻ മീൻസ് രജനീകാന്ത്, മാസ് പടം, അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർക്ക് അവരുടെ മനസ്സിൽ വരും കാണുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ സൗത്ത് അങ്ങനെയാണ്. ഞാനത് എനിക്കറിയാം, ഞാനത് കയറ്റി പിടിക്കും. നടപ്പിലും ലുക്കിലൊക്കെ ഒരു അപ്പം പലപ്പോഴും ഈവൻ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുകയാണ് ഇവിടെ സിക്കിമില്, ത്രിപുരയില്. അപ്പൊ അവര് സൗത്ത് ഇന്ത്യൻസ് കാണുന്ന സിനിമയെ കൂടെ മാത്രമേ TV കൂടി. സിക്കിമില് കുമ്പളം ഒരു വില്ലേജാണ്, അപ്പോൾ ട്രൈബൽ വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ, അപ്പം ഞാൻ പഠിപ്പിക്കുകയാണ് ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ ഒരാഴ്ച പഠിപ്പിച്ച്, അപ്പം അന്ന് ഈ സ്കിന്നി ജീൻസ് ബൂട്ട് ഒക്കെ ഇട്ടാൽ ഭയങ്കര ഇത് കിട്ടുക വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ പിള്ളേർ പറയാ, സാറേ ഞങ്ങൾ 2 ദിവസം സിനിമ കാണുമെന്ന് കണ്ടുകൊണ്ടിരുന്ന ക്ലാസ് മുഴുവൻ അവരുടെ സിനിമയായിരിക്കും. കാരണം ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ആ ഒരു ഇതാണ്. അപ്പം എനിക്കത് ഇപ്പം ഈ ഒരു ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പിന്നെ കാണുന്ന കൂടുതൽ എൻ്റെ സ്റ്റുഡൻസോ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ NSD എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതിൻ്റെ ആ ബഹുമാനങ്ങളും കൺസേണൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ ഇത് ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു ഷൈ ആളാണ്. അപ്പോൾ ലൊക്കേഷനിൽ പോയാൽ തന്നെ ഞാൻ മിണ്ടാതിരിക്കുന്ന ഇതാണ്. കാരണം മിണ്ടാതിരിക്കും, കാരണം നമുക്ക് പിന്നീട് എൻ്റെ കാര്യം അറിയുമ്പോൾ അവർ ഞെട്ടും. മീൻസ് NSD
FTI, ബോളിവുഡ്, ബോംബെ, കോത്തല, ഈ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അവരൊന്ന് ഇതാവും, ഇതെന്താ ഇങ്ങനെ. അപ്പൊ അതെനിക്ക് രസമാണ്. അവരെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ. ഈവൻ ലൈക്ക് ഇപ്പം ദോർ ദോ പ്യാർ സിനിമ ചെയ്തു വിദ്യാബാലന്റെ കൂടെ. അപ്പൊ ഞാനും പ്രതീക് ഗാന്ധി, വിദ്യാബാലൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചാമിങ് ആക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഡ്രൈവറാണ്, ചൈൽഡ്ഹുഡ് ഡ്രൈവറായിട്ടാണ് ഈ വിദ്യാജിയുടെ. ഞങ്ങൾ ഓൾമോസ്റ്റ് 3 to 4 days വണ്ടിക്കുള്ളിൽ തന്നെയാണ്. കാരണം ഊട്ടിലെ ഷൂട്ട്, അപ്പൊ വെളിയിറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഷൂട്ട് കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി ചില്ലാണ്, ഭയങ്കര എപ്പോഴും കോമഡി ഫൺ, ഓരോന്ന കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കും. വേറെ കുറേ കഥകളുണ്ട്. അപ്പൊ ഞാനൊന്നും ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഒന്നും പറയത്തൊന്നുമില്ല. ഓക്കെ, എന്നോടൊന്നും ചോദിക്കുന്ന മറുപടി ഞാൻ പറയും. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നീട് ദിവസം എൻ്റെ വിദ്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, രേഖാജി. അവർ ഒരു തിയേറ്റർ പേഴ്സണാണ്, ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു ഹോട്ടലിലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ കാണും. അപ്പോൾ എന്നോട് ചോദിക്കും, തിയേറ്ററിൻ്റെ കാര്യമൊക്കെ ചോദിക്കും. അങ്ങനെ തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനെ അവർക്ക് എൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ NSD കാരനാണെന്നും FT ആണെന്നും മലയാളിയാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ HOD ആയിരുന്നു മധ്യപ്രദേശ് സ്ലോട്ടർ. എൻ്റെ ബാഡറ്റ് മൊത്തം എന്നിട്ട് ഷൂട്ടിൻ്റെ ഒരു 8-9 ദിവസമായപ്പോഴത്തേനും വിദ്യാബാലൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ആ സമയത്ത്. അപ്പോൾ അവരെല്ലാവർക്കും ഈ ടീഷർട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. അപ്പോഴത്തേക്കിനും ഷൂട്ട് ലൊക്കേഷൻ എത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോഴത്തേനും രേഖാജി വിദ്യാബാലനോട് പറഞ്ഞു, വിദ്യ, ഡു യു നോ അബൌട്ട് ഹിം? നോ, he is a wonderful actor. He is a graduate of NSD and he is a graduate of FTI, HOD of blah blah blah. അങ്ങനെയോ പുള്ളിക്കാരൻ? അയ്യോ, ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കുന്നു പാവം ഉണ്ടായിരിക്കുന്നത്, സോറി സാർ, അങ്ങനെയൊക്കെ ഇതിലേക്ക് നമ്മൾ പൊട്ടിയെങ്കിൽ നമ്മൾ അതാണ്. കാരണം അവർക്ക് അപ്പോഴാണ്, എനിക്ക് തന്നെ പറയാൻ പറ്റും ഞാൻ ഇതാണെന്ന്. അത് ത്രില്ലില്ല. ഞാൻ പറയുന്നത് ഞാനതാണ്. അപ്പൊ മറ്റുള്ളവര് പറഞ്ഞോട്ടെ, എന്നിട്ട് പുള്ളിക്കാരൻ എനിക്ക് ഗിഫ്റ്റ് തന്നു, ടീഷർട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു ആ പടത്തിന്റെ ഭാഗമായിട്ട്. ഈവൻ പടം കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ചോദിക്കുന്നത് ഭയങ്കര മടി ആൾക്കാരുണ്ട്. എൻ്റെ ആരുടെ കൂടെ ഫോട്ടോ എടുക്കാറില്ല, എനിക്ക് പേടി. കാരണം അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും എന്നുള്ള. ഓക്കെ, എന്നാൽ അവരുടെ സാന്നിധ്യം നമ്മൾ എനിക്കറിയാം. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളുകൊണ്ട് ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല, അത്ര കംഫർട്ട് അല്ലായിരിക്കും നമ്മൾ അതേ എഫേർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കാറില്ല, അവരുടെ പ്രൈവസി ആണല്ലോ. എന്നിട്ട് അപ്പം ഇങ്ങനെ ഫോട്ടോസ് നടക്കുക. അപ്പം ഞാനിങ്ങനെ ക്യൂ അവിടെ ഇവരോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആ. ഞാനിങ്ങനെ ഒന്ന് കിട്ടിയെങ്കിലോ ഞാനിങ്ങനെ ഞാനവിടെ ഉണ്ട്. അപ്പം എന്നെ ഇവർ കണ്ട് ഞാൻ നിൽക്കുന്നു. എന്നാൽ അവർ വിളിച്ച് സാർ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പ്രതീക് ഗാന്ധി വിദ്യാബാലനെ വിളിച്ച് നിർത്തി എൻ്റെ ഫോട്ടോ എടുപ്പിച്ച് അവിടെ അതാണ്. അങ്ങനെ ഞാൻ നോർമലി അങ്ങനെ ഷൈ ആണ്. ഷൈ മീൻസ് ആരോട് അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ ഇടിച്ചു കയറി അത് ഇപ്പം നമ്മൾ തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ കൊണ്ട് പഠിത്തം നിർത്തിയിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് സിനിമയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഒരു അഭിനേതാവ് ആവണം എന്നുണ്ടെങ്കിൽ ഇന്നൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുമെന്നോ ചേട്ടൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ പഠിച്ച് നിർത്തിയിരുന്നെങ്കിൽ മലയാള സിനിമയിൽ എത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നിർത്തിയിരുന്നെങ്കിൽ എനിവേ ഏത് രീതിയിൽ പോയി നമ്മൾ എത്തിപ്പെടും, അത് ഉറപ്പാണ്. അതിനുള്ള നമ്മൾ പണിയെടുക്കും. പക്ഷേ ഈ ഒരു വരവുണ്ടല്ലോ ഇപ്പം ഇപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങ് ചാൻസ് ഇപ്പം എന്നോട് പലരും എന്നെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ പല ആൾക്കാരും, കുമാർ നീ പോയി ചാൻസ് ചോദിക്കണം, ഡയറക്ടറെ മീറ്റ് ചെയ്യണം, അവരെ മെസ്സേജ് അയക്കണം എന്നൊക്കെ. ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കര മടുപ്പാണ്. ഞാനിങ്ങനെ ആർക്കോട് പോയി ചാൻസ് ചോദിക്കാറില്ല, പറയാറില്ല. ഈവൻ എൻ്റെ പല ഫ്രണ്ട്സും എൻ്റെ പല ഫ്രണ്ട്സും നോട്ടബിൾ ഡയറക്ടേഴ്സാണ് മലയാള സിനിമ. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ പരിചയമുള്ള ആൾക്കാർ കുറേ പേരുണ്ട്. എനിക്കൊണ്ട് ഇപ്പോൾ ഈസിലി ചോദിക്കാമെന്ന്. പക്ഷേ എനിക്കെന്തോ മടി. കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവുമോ, അവർക്കൊരു കംഫർട്ട് അല്ലാതെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ഒരു ബന്ധത്തിനെ ബാധിക്കും. പിന്നെ എനിക്ക് ഞാൻ എപ്പോഴും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഞാൻ ലൈഫ് കുറേ ഇങ്ങനെ കണ്ടാണ്. എനിക്ക് ലൈഫ് കുറേ സാധനം തന്നിട്ടുണ്ട്. ഞാൻ നസീർ സുഷായ പോലെ ആക്ടർ തന്നെ വരുന്നു, എനിക്ക് ബോളിവുഡ് എൻട്രി കിട്ടുന്നു. ഞാനതൊന്നും ആഗ്രഹിച്ചു, പക്ഷെ അത് കിട്ടുന്നുണ്ട്, ലൈഫിൽ നിന്ന് തിരിച്ചു വരുന്നു. സോ എനിക്ക് എന്തോ ഉള്ളിൽ നിന്നൊരുന്നുണ്ട്, നടക്കുമല്ല സമയത്ത് നടക്കും. ഈവൻ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ വന്നു എൻ്റെ മാധ്യമത്തിൽ. അങ്ങനെ തന്നെ ഈവൻ എൻ്റെ പല കാര്യങ്ങളും എൻ്റെ പേരൻസ് അറിയുന്നത് എൻ്റെ ആർട്ടിക്കിൾ വായിച്ചിട്ടാണ്. അതുവരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ആർട്ടിക്കിൾ മാധ്യമത്തിൽ വന്നല്ലോ. അപ്പോൾ അതുവരെ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന, മോനെ നീ എനിക്ക് ജോലി നോക്കണം, കാരണം നീ ഒരു സർക്കാർ ജോലി, ഒരു നല്ല ജോലി വാങ്ങണം, വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ. ഓക്കെ, ജോലി വാങ്ങിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിൽ നടക്കുക. പക്ഷേ ഈ ആർട്ടിക്കിൾ വായിച്ച സമയത്ത് അമ്മ എന്നോട് കാര്യം പറയും, മോനെ നീ എന്തൊക്കെ പണി ചെയ്താലും അഭിനയം വിടരുതെന്ന് പറഞ്ഞു.
അയ്യോ, അപ്പോൾ സോ ഇത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ സൊസൈറ്റി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പം ലൈക്ക് മുംബൈ പോലെയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച സാഹചര്യം കുറച്ചുകൂടെ അപ്പറിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ പേരൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, പഠിക്കുക, ജോലി മേടിക്കുക, സർക്കാർ ജോലി മേടിക്കുക, കാർ എടുക്കുക, കല്യാണം കഴിക്കുക, പിള്ളേരാകുക. ഹാവ് എൻ്റെ മകൻ വലിയ നിലയിലാണ്. എൻ്റെ മീൻസ് 10th പോലും പഠിക്കാത്ത പല എൻ്റെ പല റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം 2-3 വണ്ടി എടുത്ത് നാട്ടിൽ നന്നായിട്ട് ജീവിക്കുകയാണ്. നമ്മളിപ്പോഴും ബസ്സിലും ട്രെയിനിലൊക്കെ ഇതടിച്ചാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, സൊസൈറ്റി അങ്ങനെയാണല്ലോ. ഇപ്പം ചേട്ടന് ഹിന്ദിയിൽ സിനിമ ചെയ്തേക്കുന്നത് വിദ്യാബാലൻ്റെ കൂടെ, പിന്നെ എത്ര എണ്ണമാണ് ഇതുവരെ ഹിന്ദിയിലും? ഹിന്ദിയിൽ 2 വെബ് സീരീസ്, ടോട്ടൽ 3 വെബ് സീരീസ് പാൻഡിൽ. ഒന്ന് സിറ്റി ഓഫ് ഡ്രീംസ് ഫസ്റ്റിൻ്റെ വർക്ക്, സെക്കൻഡ് പിന്നെ അവരോധ്, അതൊരു പ്രൈമറി പാർട്ടായിരുന്നു. അത് കാർഗിൽ ഇതിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എൻ്റെ മെയിൻ തീം. പിന്നെ പ്രൈമറി ആയിട്ട് ചെയ്തിരിക്കുന്നത് പോച്ചറാണ്, ഇപ്പം ആമസോൺ പ്രൈമിലെ വെബ് സീരീസ് റിച്ചി മേത്ത. പിന്നെ വിശാൽ ഭരദ്വാജിൻ്റെ ഫുർസത്ത്, ഒരു ആപ്പിളിന് വേണ്ടി ചെയ്തൊരു ഫിലിമുണ്ട് ഫുർസത്ത്, അതിലും പ്രൈമറി പാർട്ടാണ്. പിന്നെ ദോ ഓർ ദോ പ്യാർ ഇപ്പം റിലീസായ പടം. പിന്നെ ഒരുപാട് ആഡ്സും ചെയ്തിട്ടുണ്ട്. ആഡ്സ് അപ്പോൾ ജൂനിയർ ഇന്ത്യക്കാരൻ്റെ കൂടെ മാക്ഡൊണാൾഡ്സ് ഇൻട്രി എന്നൊരു ആഡ്, സ്പോട്ടിഫൈയുടെ ആഡ് ചെയ്തു, സിംഫണി കൂടറിൻ്റെ ആഡ് ചെയ്തു, അങ്ങനെ 3 നാഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് തോമസിൻ്റെ ക്യൂവിന് വേണ്ടി ചെന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട് മലയാളത്തിൽ. ഇപ്പം മലയാളത്തിൽ സിനിമ ചെയ്തിട്ടുണ്ടല്ലേ 2 എണ്ണം? മലയാളത്തിൽ 2 സിനിമ ചെയ്തു. ഒന്ന് രുതിരം, ജിഷോ ലോണിൻ്റെ ആണ്. അത് എൻ്റെ മെയിൻ ആക്ടർ രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി. അപ്പോൾ അതിൽ തന്നെ ഒരു പാർട്ട് ഞാൻ ചെയ്യുന്നു. അതിന് ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഉടനെ ഈ വർഷം റിലീസാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇടി മഴക്കാറ്റ്, അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. ചെമ്പൻ ചേട്ടൻ, ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ഭാസി, സുധി കോപ്പ, സെന്തിൽ രാജാമണി. എങ്ങനെയുണ്ടായിരുന്നു മലയാളത്തിലേക്ക്, ഹിന്ദി നിങ്ങൾ മലയാളത്തിലേക്ക് വന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് വേറെ ഒന്നുമല്ല, നമുക്ക് ഭാഷ അറിയാം, ഓക്കെയാണ്, പക്ഷെ ഹിന്ദിയിലെ ഒരു ഡിഫറൻസും മലയാളത്തിലൊരു ബോളിവുഡിലൊരു പ്രൊഡക്ഷൻ, അവിടുത്തെ പ്രൊഡക്ഷൻ ഹൈ ബഡ്ജറ്റ് പ്രൊഡക്ഷൻസ് ആണ്, കുറച്ചും കൂടെ പ്രൊഫഷണലാണ്. അപ്പം നമ്മുടെ ഈ ട്രാവലിങ്, നമ്മുടെ അക്കോമഡേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന രീതി, ഇപ്പോൾ അത് സ്മോൾ മീൻസ് സെക്കൻഡറി ക്യാരക്ടേഴ്സ് ആണെങ്കിലും പ്രൈമറി ആണെങ്കിലും ടെറിട്ടറി ആണെങ്കിലും ഡീസൻ്റ് ഒരു ഡീലിംഗ് ഉണ്ട്. ഇവിടെ ട്രാവലിംഗ് തന്നെ ഇപ്പം ഒരു പടത്തിന് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ബസ് പിടിച്ച് ചെല്ലുന്നു, നമുക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മുടെ താമസമൊന്നും റെഡി ആവത്തില്ല, നമ്മളെന്തെങ്കിലും ലോഡ്ജിൽ കൊണ്ട് ഇടുന്നു. നമ്മളിപ്പോൾ ചിലപ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ ഷൂട്ടൊക്കെ, അപ്പോൾ നമ്മളെ വാഴത്തോട്ടത്തിൽ ഇരുത്തുന്നു, ചെയറിൻ്റെ അടുത്തൊക്കെ മീൻസ് പ്ലാസ്റ്റിക് ചെയറിലേക്ക് ഇരുത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡീലിങ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ബഡ്ജറ്റ് അത്രയേ ഉള്ളൂ എന്ന് തോന്നാം. അല്ല, അത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്നറിയോ, ഒറ്റ മിനിറ്റ്. ഹിന്ദിയിൽ ഇപ്പം വിദ്യാബാലൻ വാവ് എന്ന് വെക്കുന്നിടത്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ മലയാളം മനസ്സിലായോ, അവൻ മറ്റേ NST അല്ല, അത് എനിക്ക് എന്നെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. ഒരു പടത്തിന് അഭിനയിച്ചു ഇപ്പോൾ ഒരു സിനിമയിൽ, അപ്പം ആർക്കും അറിയത്തില്ല എന്നെ ആരാണെന്നൊന്നും. അത് ഒരു നടൻ ഒരാൾ വന്ന് അഭിനയിക്കും, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പേരൊന്നും ആർക്കും അറിയത്തുമില്ല. അപ്പോൾ അവർ ആദ്യം വന്ന സമയത്ത് വന്ന് ചെയ്യുന്നു. പക്ഷെ അത് പിന്നീട് അപ്പം എനിക്ക് താമസിക്കാൻ വേണ്ടി തന്ന ലോഡ്ജാണ്. ഓക്കെ, ഒരു നാടൻ ലോഡ്ജ്. ശരി, അപ്പം എനിക്കിത് പറയാൻ പറ്റും, ഞാൻ എനിക്ക് ഒരു സാധനം തരണം. പണ്ടേ ഞാൻ മറ്റേ ഇതാണല്ലോ ഡൗൺ ടു എർത്ത് ആണല്ലോ. ഇവർ എൻ്റെ സുഹൃത്തുണ്ട് രജീഷ് മിഥില, വാരിക്കുള്ളിൽ കൂടെ പാതൊക്കെ ചെയ്ത ഡയറക്ടർ. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഡൗൺ ടു എർത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഷൂട്ട് തുടങ്ങി. കുറച്ച് ഇന്ത്യൻ സീനാണ്, പെർഫോമൻസ് നന്നിട്ട് വേണം. രാജ് ഷെട്ടിയുണ്ട്, ഞാനുണ്ട്. അത് സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾക്കാർക്ക് മനസ്സിലായി ഇതാള് ശരിയാ, അതെന്തോ ആള് പിന്നീട് ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്തുവാ, എവിടെ വീട്, എന്താ ചെയ്യുന്നത്, എവിടുന്നാ? അപ്പൊ നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട് തള്ളാൻ വേണ്ടിട്ട് തള്ളി. NST, ഞാനിപ്പോൾ ഡൽഹിയിലൊക്കെയാണ്, ബോംബെയിലൊക്കെയാണ്, NST, ബോളിവുഡ്. അപ്പം അപ്പോഴും മനസ്സിലായി. പിന്നെ എനിക്ക് അന്നേരം എന്നെ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആ റൂമിൽ നിന്ന് എന്നെ മാറ്റി വേറൊരു. ചേട്ടാ, ഇന്നത്തെ കാലത്ത് PR വർക്ക് വലിയ കാര്യമാണ്. സീരിയസ്ലി നമ്മൾ അവസരം നമ്മളെ തേടി ചെയ്യുന്നുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴി തള്ളുന്നുണ്ട്. ആൾക്കാർ കാണുന്നില്ലെന്നുള്ള ലോഗോ എന്തോ അത് കാരണം ഇങ്ങനെ മൊത്തം കറങ്ങി പോകുന്നു. ഓക്കെ, അതല്ല, കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതെല്ലാം നടക്കട്ടെ, വരട്ടെ എന്നുള്ള
ഇതാണ് ഇപ്പം ആർട്ടിക്കിൾ വരുന്ന മാധ്യമം ഈ ദൈവം ഒരു ചാൻസ് തന്നിട്ടുണ്ട്, ആ ചാൻസ് നന്നായിട്ട് വിനിയോഗിക്കുക. ഒരു ചാൻസ് ചോദിച്ചു മേടിച്ചതല്ലേ. നിങ്ങൾ ഇന്റർവ്യൂ എന്നെ വിളിച്ചല്ലോ, അല്ലെങ്കിൽ ഈ ഇത് വന്നല്ലോ, ഇപ്പൊ ഇത് വന്നോണ്ട് ഇപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഈ ഫോൺ ഇപ്പൊ ഈ 2 പ്രൊജക്ട് ഇപ്പൊ തുടങ്ങാണ്ടി പോണ്, എന്നെ വിളിച്ചു മീൻസ് ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് അങ്ങനെ എന്ത് ഞാൻ തെറ്റായിരിക്കും, എനിക്ക് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ശരിയല്ലായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനത്തെ ആളാണ്. മീൻസ് ലെറ്റ് ഇറ്റ് കം, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ടൈം, എല്ലാത്തിനും ടൈം വരും, ആ ടൈമിലല്ല. ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റ് ഏതാ ഉള്ളത്? ഇതിപ്പോ ഇറങ്ങാൻ റിലീസ് ആവുന്ന ഈ 2 പടം, പിന്നെ ഒരു ഹിന്ദി വെബ് സീരീസ് ഡബ്ബാക്കാട്ടില്, പിന്നെ 1-2 പ്രോജക്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 34ാമത്തെ വയസ്സിൽ പഠിക്കാൻ പോവാ. നമ്മുടെ ലൈഫിൽ എപ്പോഴൊക്കെയോ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമ്പോഴും അതൊക്കെ മാറ്റി നിർത്തി ഒരു എയിമിൽ ഫോക്കസ് ചെയ്തു, അതിൽ ചേട്ടൻ എത്തപ്പെട്ടു. ഇപ്പൊ മാധ്യമം കണ്ടു, ഒരുപാട് പേര് വായിച്ചു. ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി ചേട്ടന് ഭയങ്കരമായിട്ട് ആർട്ടിക്കിൾ വരട്ടെ, എന്റെ നാക്ക് പൊന്നാവട്ടെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. വളരെയധികം സന്തോഷം ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു.